ഹായ് വെൽക്കം ടു ക്രാഫ്റ്റഡ് സ്റ്റോറീസ്. ഇവിടെ പേടിപ്പെടുത്തുന്നതും സത്യമോ മിഥ്യയോ എന്ന് തോന്നിപ്പിക്കുന്നതുമായ കഥകൾ, വിവരണങ്ങൾ എന്നിവ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. എന്നാൽ വരൂ, നമുക്ക് കഥകളുടെ ലോകത്തേക്ക് പോകാം. അവർ ഏതോ കറുത്ത ശക്തിയെ കൂട്ടുപിടിച്ചിരുന്നു. ഈ രക്തപാണികളെ എങ്ങനെയാണ് നേരിടുക? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നിന്നെങ്കിലും അടുത്ത നിമിഷം തന്നെ തന്റെ അമ്മ ഭാനുമതി തമ്പുരാട്ടി തനിക്ക് സമ്മാനിച്ച വെള്ളിവാളുകൊണ്ട് എതിരാളികളുടെ ശിരസ് അരിഞ്ഞെറിഞ്ഞുകൊണ്ട് താൻ മുന്നേറി. 10,000 മരിച്ചു വീണ രണാങ്കണത്തിൽ താനും മരിച്ചു വീഴുമെന്ന് തോന്നിയെങ്കിലും മരിക്കും വരെ പൊരുതാൻ മനസ്സിൽ ഉറപ്പിച്ച് പൊരുതി മുന്നേറി. അവസാനം തന്റെ സൈന്യം ജയിച്ചു. പക്ഷേ തനിക്ക് പ്രിയപ്പെട്ട പലരും ആ യുദ്ധത്തിൽ മരിച്ചു വീണു. തന്റെ ജീവന്റെ ജീവനായ അച്ഛൻ കൃഷ്ണവർമ്മ തമ്പുരാൻ, ചെറിയച്ഛൻ വസുദേവ്, മറ്റു മിത്രങ്ങൾ, അങ്ങനെ പലരും തനിക്ക് നഷ്ടമായി. ആദിത്യവർമ്മയെ ആ പഴയ ഓർമ്മകൾ വേട്ടയാടി. ആ സമയം കൊട്ടാരത്തിലെ ഒരു ദാസി അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, കൊച്ചു തമ്പുരാട്ടി രുദ്രാണി അങ്ങേയും കാത്ത് അങ്ങയുടെ കിടപ്പറയിൽ ഇരിപ്പുണ്ട്. ഏറെ നേരമായി തമ്പുരാനെ കാണാത്തത് കൊണ്ട് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചതാണ്. നീ പൊയ്ക്കോളൂ, ഞാൻ അവിടേക്ക് എത്തിക്കൊള്ളാമെന്ന് തമ്പുരാട്ടി അറിയിച്ചേക്കൂ. തമ്പുരാന്റെ കൽപ്പന കേട്ടതോടെ ആ ദാസി അവിടെ നിന്ന് മടങ്ങി. തോറ്റുപോയ ശത്രുരാജ്യത്തിന്റെ തമ്പുരാനായ ബാലികേശന്റെ മകളാണ് രുദ്രാണി. ബാലികേശനെയും സൈനികരെയും കൊന്നു തള്ളിയെങ്കിലും നിരപരാധിയായ അദ്ദേഹത്തിന്റെ മകളോട് ആദിത്യവർമ്മ അല്പം ദയ കാണിച്ചു. യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ട രുദ്രാണിയെ ആദിത്യവർമ്മയുടെ സൈനികർ കാവുങ്കൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോന്നു. കൊച്ചു തമ്പുരാൻ ആദിത്യവർമ്മയെ മാനസികമായി തളർത്തിയ ആ യുദ്ധം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അമ്മ തമ്പുരാട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആദിത്യവർമ്മ രുദ്രാണിയെ വേലി കഴിച്ചത്. പക്ഷേ ആ വേലി ദിവസം തന്നെ അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ ഇഹലോകവാസം വെടിഞ്ഞു. അതോടെ നാട്ടുകാർ രുദ്രാണിയെപ്പറ്റി ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. ചെറിയ തമ്പുരാട്ടിയെ കാവുങ്കൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ ഈ നാട്ടിൽ പല അനർത്ഥങ്ങളും ഉണ്ടായി. ശിശുമരണങ്ങൾ 3 സംഭവിച്ചു. കടുത്ത വരൾച്ചയാൽ കാവുങ്കൽ ദേശത്തെ കിണറുകളും കുളങ്ങളും വറ്റി വരണ്ടു. ചെറിയ തമ്പുരാൻ രുദ്രാണിയെ വേലി കഴിച്ച ദിവസം തന്നെ കാരണവരായ വലിയ തമ്പുരാനും മരണപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യം പരസ്യമായും രഹസ്യമായും ആദിത്യവർമ്മ പലതവണ കേട്ടു. അപ്പോൾ മുതൽ രുദ്രാണിയിൽ നിന്ന് അദ്ദേഹം അകലം പാലിച്ചു പോന്നു. വേലിയുടെ അന്ന് മാത്രമാണ് അദ്ദേഹം രുദ്രാണിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയത് പോലും. പിന്നീട് ഒരിക്കൽ പോലും അവളെ കാണാനോ സംസാരിക്കാനോ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വേലി കഴിഞ്ഞിട്ടും രുദ്രാണി കൊട്ടാരത്തിലെ തന്നെ മറ്റൊരറയിലാണ് താമസിച്ചു പോന്നിരുന്നത്. എന്തിനായിരിക്കും രുദ്രാണി എന്റെ അറയിലേക്ക് വന്നത്? ഇതുവരെ അതിനവൾ മുതിർന്നിട്ടില്ലല്ലോ. ആദിത്യവർമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴേക്കും പിന്നീട് ഒരു കാൽപര്യമാറ്റം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ രുദ്രാണിയുടെ കണ്ണുകളുമായിട്ട് ഇടഞ്ഞു. അവളുടെ തിളക്കമുള്ള നീലിച്ച കണ്ണുകളുടെ നോട്ടം താങ്ങാനാവാതെ ആദിത്യവർമ്മ തന്റെ കണ്ണുകൾ താഴ്ത്തി. എനിക്ക് താങ്കളോട് അല്പം സംസാരിക്കാനുണ്ട്. എന്നാൽ പറഞ്ഞോളൂ. ആദിത്യവർമ്മ ചെമ്മാനത്തേക്ക് കണ്ണുനട്ട് തിരിഞ്ഞു നിന്നു. യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ഞാനല്ല, എന്റെ പിതാവും താങ്കളുടെ പിതാവുമായി നടന്ന ആ യുദ്ധത്തിൽ എനിക്കും താങ്കൾക്കും നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായി. ആ നഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടം എനിക്കാണുണ്ടായത്. എനിക്ക് എല്ലാം നഷ്ടമായി. ജന്മനാടും ബന്ധുജനങ്ങളും നഷ്ടപ്പെട്ട എന്നെ എന്തിനാണ് താങ്കളുടെ സൈനികർ ഇവിടേക്ക് കൊണ്ടുവന്നത്? എന്നെ എന്തിനാണ് അങ്ങ് വിവാഹം കഴിച്ചത്? എനിക്ക് ഈ ഒറ്റപ്പെടൽ സഹിക്കാനാവുന്നില്ല. രുദ്രാണിയുടെ സങ്കടം നിറഞ്ഞ ആ വാക്കുകൾ ആദിത്യവർമ്മയുടെ മനസ്സിൽ കൊണ്ടു. കരഞ്ഞു തുടങ്ങിയ രുദ്രാണി ഭിത്തിയിലേക്ക് ചേർന്നു നിന്നു. ആ സമയം മട്ടുപ്പാവിന്റെ അരികിൽ വെച്ചിരുന്ന പളുങ്ക് പാത്രത്തിലിരുന്ന പൂക്കളും ആ പാത്രവും അവളുടെ കൈതട്ടി താഴേക്ക് പതിച്ചു. ആ പളുങ്ക് പാത്രം തറയിൽ വീണ് ചിന്നിച്ചിതറി. അപ്രതീക്ഷിതമായ ശബ്ദം കേട്ട് ആദിത്യവർമ്മ മുന്നോട്ടാഞ്ഞതും അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ കുപ്പിച്ചില്ലുകൾ തറച്ചു കയറി. വേദന കൊണ്ട് പിന്നോട്ട് വേച്ചുപോയ അദ്ദേഹം മട്ടുപ്പാവിലെ കൈവരികൾ തട്ടി നിയന്ത്രണം വിട്ട് താഴേക്ക് വീണതും ഒരുപോലെയായിരുന്നു. പക്ഷേ കൈവരികൾ പിടിച്ചുകൊണ്ട് താഴെ തറയിലേക്ക് വീഴാതെ ആദിത്യവർമ്മ മുകളിലേക്ക് ഒരുവിധം വലിഞ്ഞു കയറി. നിമിഷ നേരം കൊണ്ട് നടന്ന ആ അപകടം കണ്ട് സ്തംഭിച്ച് നിന്നുപോയ രുദ്രാണിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല. പളുങ്ക് പാത്രം വീണുടഞ്ഞ ശബ്ദം കേട്ട് അവിടെ കോടിയെത്തിയ ദാസന്മാരും ഭാനുമതി തമ്പുരാട്ടിയും ചോരക്കിനിയുന്ന ആദിത്യവർമ്മയുടെ കാൽപാദം കണ്ട് ആകെ പരിഭ്രമിച്ചു.
തറയിലേക്ക് വീണ ചോരത്തുള്ളിയിലേക്ക് നോക്കി രുദ്രാണി അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. അസ്തമന സൂര്യന്റെ ചുവപ്പാൽ അവളുടെ വെളുത്ത തുടുത്ത മുഖവും ആകെ ചുവന്നിരുന്നു. പക്ഷേ അവളുടെ നീലിച്ച കണ്ണുകളിലെ ആ കനൽത്തിളക്കം ആ സമയം ആദിത്യവർമ്മ മാത്രമേ കണ്ടുള്ളൂ. എന്റെ കൺമുന്നിൽ നിന്ന് ഒന്ന് പോകുന്നുണ്ടോ? അദ്ദേഹം അവൾക്ക് നേരെ ചീറി. ഒരു സ്വപ്നത്തിൽ നിന്നുണർന്നതുപോലെ രുദ്രാണി ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് നോക്കി കരഞ്ഞുകൊണ്ട് പടികളിറങ്ങി തന്റെ അറയിലേക്ക് പോയി. ഭാനുമതി ഉടൻ തന്നെ തന്റെ സാരിത്തുമ്പിൽ നിന്ന് ഒരു കഷ്ണം തുണി കീറി മകന്റെ മുറിവിൽ കെട്ടി. ദാസിമാരോട് തറ വേഗം വൃത്തിയാക്കാൻ പറഞ്ഞേൽപ്പിച്ച് അവർ മകനോടൊപ്പം അദ്ദേഹത്തിന്റെ ഉറക്കറയിലേക്ക് നടന്നു. അന്ന് രാത്രി രുദ്രാണിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. കൊച്ചുതമ്പുരാട്ടി ഉറക്കറയുടെ ജനാലകൾ മലർക്കി തുറന്നിട്ടുകൊണ്ട് ദൂരെ ഇരുട്ടിലേക്ക് നോക്കി കുറെ നേരം നിന്നു. ആ സമയം അങ്ങ് ദൂരെ നിന്ന് ആരൊക്കെയോ ഉറക്കെ കരയുന്ന ഒരു ശബ്ദം തമ്പുരാട്ടി കേട്ടു. അസഹനീയമായ വേദനയിൽ പൊളിയുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ദീനരോദനം. പതുക്കെ പതുക്കെ അത് ഉച്ചത്തിലായി. ആ ശബ്ദം സഹിക്ക വയ്യാതെ രുദ്രാണി തന്റെ ചെവി രണ്ടും പൊത്തി നിന്നു. അപ്പോഴേക്കും പുറത്തെ എരിഞ്ഞു തീരാറായ തീപ്പന്തങ്ങളുടെ പ്രകാശത്തിൽ കറുത്ത കുറി നിഴലുകൾ തന്റെ നേർക്ക് നടന്നു വരുന്നതായി അവൾ കണ്ടു. ആദ്യം കറുത്ത നിഴലുകളായി തോന്നിയ ആ രൂപങ്ങൾ ജീർണിച്ചഴുകിയ മനുഷ്യരൂപങ്ങളാണെന്ന് ഏറെ വൈകാതെ തന്നെ അവൾക്ക് മനസ്സിലായി. അതിൽ ചിലർക്ക് ശിരസില്ലായിരുന്നു. കഴുത്തൊടിഞ്ഞു തൂങ്ങിയ വികൃതമായ മുഖമുള്ള ആ മനുഷ്യക്കോളങ്ങളുടെ കണ്ണുകൾ വളരെ വലുതും പുറത്തെ കുന്തി ചുവന്നു തിളങ്ങുന്നതുമായിരുന്നു. ആ കാഴ്ച കണ്ട് രുദ്രാണി ഭയന്നു വിറച്ചു. ജനലുകൾ അടയ്ക്കാനും അവിടെ നിന്ന് ഓടി മാറാനും അവൾ ആഗ്രഹിച്ചെങ്കിലും രുദ്രാണിക്ക് അതിന് കഴിഞ്ഞില്ല. തമ്പ്രാട്ടിയുടെ കാലുകൾ അനക്കാനാവാത്ത വിധം ആ തറയിൽ ഉറച്ചു പോയിരുന്നു. ഉറക്കറക്ക് നേരെ ഇരുട്ടിൽ നിന്ന് നടന്നെടുത്ത ചിലർക്ക് ശിരസ് പോലും ഉണ്ടായിരുന്നില്ല. വികൃതമായ ആ രൂപങ്ങൾക്ക് ഏറ്റവും മുന്നിലായി വന്ന കറുത്ത രൂപത്തിന് യുദ്ധത്തിൽ മരിച്ചുപോയ തന്റെ പിതാവ് ബാലികേശന്റെ മുഖവുമായി സാമ്യമുണ്ടെന്ന് രുദ്രാണി തിരിച്ചറിഞ്ഞു. മാംസഭാഗങ്ങൾ ജീർണിച്ച് ആ കറുത്ത നിഴൽരൂപത്തിന്റെ കഴുത്തിൽ വെട്ടേറ്റ വലിയൊരു മുറിവുണ്ടായിരുന്നു. ആഴത്തുള്ള ആ മുറിവിൽ കൂടി പാതി മുറിഞ്ഞ കഴുത്തല് വരും തെളിഞ്ഞു കാണാമായിരുന്നു. പിശാചുക്കളുടെ ആ വലിയ കൂട്ടം തന്റെ ഉറക്കറയുടെ അടുത്തേക്ക് നടന്നെടുക്കും തോറും ഭയാനകമായ ഒരു സംഗീതം അവരുടെ ദീനരോധനത്തിന് അകമ്പടിയായി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. കൈ തറ്റിവിടാറായ ആ രൂപം രുദ്രാണിയുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ദൈത്യനഗരിയിൽ ജീവനോട് അവശേഷിച്ചത് നീ മാത്രമാണ്. നിന്നെ കാണാനായാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നീ എവിടെയുണ്ടോ ഞങ്ങൾ അവിടെ ഉണ്ടാകും. രുദ്രാണി! ആ വിളി കേട്ട് അവൾ ഭയന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി. ഭാനുമതി തമ്പുരാട്ടി രുദ്രാണിയുടെ ഭയന്നു പറിച്ച മുഖത്തേക്ക് നോക്കി ഒരേ നിൽപ്പ് നിൽക്കുകയാണ്. ആ നിമിഷം ഇരുട്ടിൽ നടന്നെടുത്ത വികൃതമായ മനുഷ്യരൂപങ്ങൾ ഒരു കറുത്ത പുകപടലം പോലെ ആ ഇരുട്ടിലെ കലിഞ്ഞു ചേർന്നു. പേടിച്ചു നിൽക്കുന്ന രുദ്രാണിയോട് ഭാനുമതി തമ്പുരാട്ടി ചോദിച്ചു, എന്താണ് മട്ടുപ്പാവിൽ സംഭവിച്ചത്? ആദ്യത്തിന് എങ്ങനെയാണ് മുറിവേറ്റത്? അത് പിന്നെ എന്റെ കൈതട്ടി ചില്ലുപാത്രം താഴെ നിന്നുടഞ്ഞു. ഒന്നും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല. സാരമില്ല രുദ്രേ, നീ സങ്കടപ്പെടാതിരിക്കൂ. ഈ കൊട്ടാരത്തിനകത്തും പുറത്തുമുള്ളവർ നിന്നെപ്പറ്റി കൊച്ചുതമ്പുരാനോട് പലതും പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും മറന്നു തുടങ്ങുമ്പോഴേക്കും ഓരോ ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്നു. അതെല്ലാം തന്നെ നീയുമായി അവൻ കൂട്ടിയോജിപ്പിക്കുന്നു. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിന്റെ കാരണം നിന്റെ സമയദോഷമാണ്. എല്ലാം ഒന്ന് മറക്കാൻ ആദ്യത്തിന് ഇനിയും സമയമെടുക്കും. അതുവരെ നീ കാത്തിരിക്കണം. രുദ്രാണി നിറ കണ്ണുകളോടെ തന്റെ സപ്രപഞ്ചക്കട്ടിലിന്റെ ഒരു അരികിലിരുന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വലിയ തമ്പുരാട്ടി ഭാനുമതി കുറച്ചുനേരം രുദ്രാണിയുടെ അരികിൽ തന്നെ ഇരുന്നു. പിന്നീട് അവരെ അറവിട്ട് പുറത്തേക്ക് നടന്നു. രുദ്രാണിയുടെ നോട്ടം വീണ്ടും ജനലിന് പുറത്ത് ഇരുട്ടിലേക്ക് നീണ്ടു ചെന്നു. പക്ഷേ നേരത്തെ കണ്ട ആ കറുത്ത രൂപങ്ങൾ പിന്നീട് അവളുടെ മുന്നിലേക്ക് വന്നില്ല. തന്റെ ഉറ്റവരും ഉടയവരും മരിച്ചു വീണ ആ യുദ്ധഭൂമി താനും കണ്ടതാണല്ലോ. ആ ഭീതിജനകമായ കാഴ്ച മനസ്സിൽ എവിടെയും ഉടക്കി നിന്നതിനാലാവാം ഈ ഇരുട്ടിൽ അത്തരമൊരു കാഴ്ച താൻ കണ്ടത്. എല്ലാം തന്റെ തോന്നലുകൾ മാത്രമാണ്. രുദ്രാണി സ്വയം ആശ്വസിച്ചു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. രുദ്രാണി ആദിത്യനുമായി അടുക്കാൻ പലവട്ടം ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. അങ്ങനെ ഒരു ദിവസം രുദ്രാണി തമ്പുരാട്ടിയും ദാസിമാരും കുറച്ചകലെയുള്ള
ഒരു ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു. രുദ്രാണിയുടെ ഒപ്പം ചെല്ലുവാൻ ആദിത്യവർമ്മയെ ഭാനുമതി തമ്പുരാട്ടി ഏറെ നിർബന്ധിച്ചു. പക്ഷേ കൊച്ചു തമ്പുരാൻ അതിന് കൂട്ടാക്കിയില്ല. പുലർച്ചെ കുളിച്ചൊരുങ്ങി ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെടാനിരുന്നതല്ലേ, അതെന്തായാലും നടക്കട്ടെ. ഭാനുമതി തമ്പുരാട്ടി രുദ്രാണിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പറഞ്ഞുവിട്ടു. 4-5 ദാസിമാരോടൊപ്പം രുദ്രാണി ഒരു കുതിരവണ്ടിയിൽ കുറച്ചകലെയുള്ള ആ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. കുതിരക്കുളമ്പടി അങ്ങ് അകലെ ഇല്ലാതാകുന്നത് വരേക്കും ഭാനുമതി തമ്പുരാട്ടി തന്റെ മരുമകളുമായി പാഞ്ഞു പോകുന്ന ആ കുതിരവണ്ടിയെ നോക്കി നിന്നു. കാവുങ്കൽ ദേശത്തിന്റെ അതിരിന് അരികിലൂടെ ഒഴുകുന്ന ചന്ദഗിരിപ്പുഴയുടെ ഓരത്തുള്ള ചെമ്മൺ പാതയിലൂടെ കുതിരവണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കാവുങ്കൽ കൊട്ടാരത്തിൽ വന്നെത്തിയത് മുതൽ കൊച്ചുതമ്പുരാട്ടി രുദ്രാണി കൊട്ടാരം വിട്ട് പുറത്തേക്ക് പോയിട്ടേയില്ലായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് അവൾ ഇത്ര ദൂരം വരെ യാത്ര ചെയ്യുന്നത് തന്നെ. കൂടെ ആദിത്യനും ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൾ ഏറെ ആഗ്രഹിച്ചു പോയി. അയാൾക്ക് തന്നോട് ഒരിത്തിരിയൊക്കെ സ്നേഹമുണ്ടെന്ന് രുദ്രാണിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ അദ്ദേഹം തന്നിൽ നിന്ന് അകന്നു മാറുകയാണ്. കാട്ടുപാതയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാറ്റിന് കാട്ടുപൂക്കളുടെ വല്ലാത്തൊരു ഗന്ധമുണ്ടായിരുന്നു. വൻമരങ്ങൾ കൂട്ടത്തോട് തണൽ പിടിച്ചു നിന്ന ആ പാതയിൽ ഒരു ഇരുട്ട് നിറഞ്ഞു നിന്നിരുന്നു. ഇവിടെ കാട്ടുകൊള്ളക്കാരുടെ ശല്യമുള്ളതാ, അതിനാൽ കുതിരവണ്ടി തെല്ലെ വേഗത്തിൽ പായിച്ചോളൂ. രുദ്രാണിയുടെ ഏറ്റവും അടുത്ത ദാസി പ്രിയംവതിയുടെ ആജ്ഞ കേട്ട ഉടനെ കുതിരവണ്ടിക്കാരൻ വളരെ വേഗത്തിൽ കുതിരകളെ മുന്നോട്ട് പായിച്ചു. ഇരുട്ട് വീണ വഴിയിലൂടെ കുതിരകൾ വല്ലാത്തൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുതിച്ചോടി. കുറെ കഴിഞ്ഞപ്പോഴേക്കും രുദ്രാണി കുതിരവണ്ടി നിർത്താനായി ആജ്ഞാപിച്ചു. പാഞ്ഞോടിയ കുതിരകളെ കുതിരവണ്ടിക്കാരൻ ഒരു വിധത്തിൽ നിർത്തി. പകലായിരുന്നിട്ട് പോലും ആ ഒരു ഭാഗത്ത് ആകെ ഒരു ഇരുട്ടായിരുന്നു. വണ്ടി നിർത്തിയത് എന്തിനാണെന്ന ഭാവത്തിൽ ദാസിമാർ രുദ്രാണിയെ ഉറ്റുനോക്കി. ക്ഷേത്രത്തിലേക്ക് ഇനിയും അല്പദൂരമുണ്ട്. ചന്ദഗിരിപ്പുഴയുടെ അക്കരയിലേക്ക് കടക്കാൻ വലിയൊരു കരിങ്കൽ പാലമുണ്ട്. അതിനപ്പുറം ദൈത്യ നഗരിയാണ്. കുതിരവണ്ടിയിൽ നിന്നിറങ്ങി രുദ്രാണി തന്റെ ജന്മനാടിനെ നോക്കിക്കണ്ടു. തന്റെ പ്രിയപ്പെട്ടവരുടെ ചോര വീണ നനഞ്ഞ മണ്ണ്, തോറ്റിട്ടും തിരിഞ്ഞോടാതെ യുദ്ധഭൂമിയിൽ മരിച്ചു വീണ തന്റെ ഒറ്റവരും മുടയവരും ആ പുഴയുടെ അക്കരയിൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്നതായി രുദ്രാണിക്ക് തോന്നി. അന്നൊരു രാത്രിയിൽ താൻ കണ്ട കറുത്ത നിഴൽക്കൂട്ടങ്ങൾ ദൈത്യനഗരിയിലെ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതായി അവൾക്ക് തോന്നി. കറുകറുത്ത പുകപടലങ്ങൾ മനുഷ്യരൂപങ്ങളായി മാറുന്നു. അവളുടെ പുറത്തേക്കുന്തിയ തീക്കനൽ പോലുള്ള കണ്ണുകളിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നു. കാവുങ്കൽ ദേശത്തിന്റെ കൊച്ചുതമ്പുരാൻ ആദിത്യവർമ്മ പടപുറത്തി ജയിച്ചു നേടിയ തന്റെ ജന്മഭൂമിയായ ദൈത്യനഗരി കണ്ട രുദ്രാണിക്ക് മറക്കാൻ ആഗ്രഹിച്ച പലതും ഓർമ്മ വന്നു. ചന്ദഗിരിപ്പുഴയ്ക്കക്കരയിൽ നിന്നും ഭയപ്പെടുത്തുന്ന ഒരു തരം ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. എന്ത് തരം വാദ്യോപകരണത്തിൽ നിന്നാണ് അത്തരം ശബ്ദം മുഴങ്ങുന്നതെന്ന് തമ്പുരാട്ടിക്ക് അത്ര പിടുത്തമില്ലായിരുന്നു. കുതിരവണ്ടി വഴിമധ്യം നിർത്തി പുഴക്കക്കരയിലേക്ക് നോക്കി നിന്ന തമ്പുരാട്ടിയോട് ഒരു ദാസി പറഞ്ഞു, കൊച്ചു തമ്പുരാട്ടി, ഈ സ്ഥലം അത്ര നല്ലതല്ല. നമുക്കിവിടെ നിന്ന് വേഗം പോകാം. ഇവിടെ ഇങ്ങനെ നിന്നാൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരാൻ ഏറെ വൈകും. രുദ്രാണി ആ ദാസിയുടെ വാക്കുകൾ കേട്ടതായി ഭാവിച്ചില്ല. അവളുടെ ശ്രദ്ധ പുഴക്കക്കരയിലെ മലനിരകളിലേക്കായിരുന്നു. ദൈത്യനഗരിയുടെ തുടക്കം ഇവിടെ നിന്നാണ്. നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന ആ വെള്ളച്ചാട്ടത്തിനരികിലുള്ള മലനിരകളിൽ നിരവധി നിഴൽരൂപങ്ങൾ ഉയർന്നു വന്നു. അവയുടെ അലർച്ചയും കൂക്കിവിളിയും അവിടെ ആകെ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. മലനിരകൾക്കിടയിൽ നിന്ന് താഴേക്കൊഴുകുന്നത് ചുടുചോരയായിട്ടാണ് അവൾ കണ്ടത്. അതിൽ നീരാടിയ ഒരു ആൾരൂപം രുദ്രാണിയെ കൈകാട്ടി വിളിച്ചു. കനൽ തിളക്കമുള്ള ആ ഭയാനക രൂപത്തിന്റെ നോട്ടം രുദ്രാണിയുടെ കണ്ണുകളിലേക്ക് മാത്രമായിരുന്നു. ചന്ദഗിരിപ്പുഴയുടെ കുറുകെയുള്ള കരിങ്കൽ പാലത്തിലേക്ക് അവൾ കയറിയതും ദാസിമാരും കുതിരക്കാരനും അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, കൊച്ചു തമ്പുരാട്ടി, എന്താണ് ഈ കാണിക്കുന്നത്? ദൈത്യനഗരിയിലെ രാഷ്ട്രക്കൂട്ടങ്ങൾ പോരടിച്ച് വീണ് മരിച്ച ശവപ്പറമ്പാണിത്. കണ്ടില്ലേ, ഇവിടുത്തെ മണ്ണിന് പോലും കറുത്തിരുണ്ട ചോരയുടെ നിറമാണ്. രൂക്ഷമായ രക്തഗന്ധമാണ് ദൈത്യനഗരിയിലെ കാറ്റിനുള്ളത്. ദയവായി തമ്പുരാട്ടി ഞങ്ങളോടൊപ്പം വരൂ. ഒരു യന്ത്രപ്പാവയെ പോലെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ രുദ്രാണി പാലം കടന്ന് ദൈത്യനഗരിയിലേക്ക് പ്രവേശിച്ചു. അവളുടെ കാലുകൾ ആ മണ്ണിൽ പതിഞ്ഞതും ആ പരിസരത്താകമാനം ഒരു കാറ്റ് വട്ടം ചുറ്റി വീശിയടിച്ചു. ആ ചക്രവാതത്തിൽ മലനിരകൾക്കടുത്തുള്ള വലിയൊരു കിണറിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടു.
ഒട്ടും ഭയം കൂടാതെ രുദ്രാണി അവിടേക്ക് നടന്നു. കിണറിനൽപ്പം അകലെയായി 2 കൽത്തൂണുകൾ കാണാമായിരുന്നു. ആ കൽത്തൂണുകളിൽ തുരുമ്പ് പിടിച്ച വലിയ 2 ചങ്ങലകൾ കാട്ടിലാടി ശബ്ദമുണ്ടാക്കി. രുദ്രാണി ആ ചങ്ങലകളിൽ സ്പർശിച്ചു. ആ സമയം വിചിത്രമായ ചില അനുഭവങ്ങൾ ഉണ്ടായി. കൽത്തൂണുകൾ തൂങ്ങിയാടുന്ന ചങ്ങലകളിൽ 2 കൈകളും ബന്ധിച്ച ദൈത്യസേനയിലെ പോരാളികൾ ജീവനു വേണ്ടി കെഞ്ചുന്നു. പക്ഷേ കാവുങ്കൽ ദേശത്തിലെ കൊച്ചുതമ്പുരാൻ ആദിത്യവർമ്മ ആ പോരാളികളുടെ തല യാതൊരു ദയയും കൂടാതെ വെള്ളിവാളാൽ ഛേദിച്ചു വീഴ്ത്തി. വേർപെട്ടുപോയ ശിരസുകൾ എല്ലാം പെറുക്കിക്കൂട്ടി തമ്പുരാന്റെ സൈനികർ തീയിലെരിച്ചു. അവശേഷിച്ച അവരുടെ ഉടലുകൾ ആ കിണറ്റിലേക്ക് എറിഞ്ഞു. തലയറ്റുപോയ ഉടലുകൾക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു. അവ അപ്പോഴും പിടഞ്ഞുകൊണ്ടേയിരുന്നു. അറ്റുപോയ ശിരസുകൾ ഉടലിൽ നിന്ന് വേർപെട്ടിട്ടും ആലാടി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു നിമിഷം ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ രുദ്രാണി ചുറ്റും നോക്കി. ചന്ദ്രഗിരിപ്പുഴയുടെ പരിസരത്തും ആ മലനിരകളിലും വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിന്നു. മുറിവുകളേറ്റ് അഴുകിയ വ്രണങ്ങളുള്ള ആ കറുത്ത രൂപങ്ങൾ എവിടെ മറഞ്ഞു? മലനിരകൾക്കിടയിൽ നിന്നൊഴുകിയ വെള്ളച്ചാട്ടത്തിന് ചോരയുടെ ചുവപ്പ് നിറമില്ലായിരുന്നു. അപ്പോൾ കയ്യിലിരുന്ന ചങ്ങലകൾ ദൂരേക്കെറിഞ്ഞ് രുദ്രാണി അവിടെ നിന്ന് വേഗത്തിൽ നടക്കാൻ ഒരുങ്ങവേ കൽത്തൂണിലെ ആ ചങ്ങലകൾ അവളുടെ കൈകളിൽ ചുറ്റി മുറുകി. ഒരു നിമിഷത്തേക്ക് ശരീരമാകെ വരഞ്ഞു കീറുന്നൊരു വേദനയുണ്ടായി അവൾക്ക്. രുദ്രാണി സഹിക്കാനാവാത്ത വേദനയിൽ അലറിക്കരഞ്ഞു. അവളുടെ നാവ് അസാധാരണമായ രീതിയിൽ പുറത്തേക്ക് ചാടി. കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ചങ്ങലയുടെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രയാകുവാൻ രുദ്രാണി കഴിയും വിധം ശ്രമിച്ചു നോക്കി. പക്ഷേ അവൾക്കതിന് കഴിഞ്ഞില്ല. ആ സമയം കൂക്കി വിളിച്ചുകൊണ്ട് മലനിരകൾക്കടുത്തുള്ള ആ പഴയ കിണറ്റിൽ നിന്ന് കൂട്ടമായി പറന്നു പൊങ്ങിയ കറുത്ത നെൽരൂപങ്ങൾ ഓരോന്നായി രുദ്രാണിയുടെ തുറന്നു പിടിച്ച വായിലേക്ക് പ്രവേശിച്ചു. അവളുടെ കണ്ണിലേക്ക് ഒരു ഇരുട്ട് ഇരച്ചു കയറി. തല പെരുത്തു. പേശികൾ വലിഞ്ഞു മുറുകി. തറനിരപ്പിൽ നിന്ന് അവളുടെ കാലുകൾ മേൽപോട്ടുയർന്നു. പിന്നെ രുദ്രാണിക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ചന്ദ്രഗിരിപ്പുഴയ്ക്ക് കുഴിയുള്ള പാലം കടന്ന് ദൈത്യനഗരിയിലേക്ക് പ്രവേശിച്ച രുദ്രാണിയെ കാണാഞ്ഞതിനെ തുടർന്ന് കുതിരവണ്ടിക്കാരൻ ഭയത്തോടെ കൽപ്പാലം കടന്ന് മലനിരകൾക്കരിയിലേക്ക് ചെന്നു. ആ സമയം കരിങ്കൽ തൂണിനരികിലായി ബോധം കെട്ട് കിടക്കുന്ന രുദ്രാണി അയാൾ കണ്ടു. അയാളുടെ കരച്ചിൽ ശബ്ദം കേട്ട് കുതിരവണ്ടിയുടെ അടുത്ത് നിന്ന് 4 ദാസിമാർ അവിടെ ഓടിച്ചെന്നു. ഒരാൾ അവിടെ തന്നെ നിലയുറപ്പിച്ചു. ബോധമില്ലാതിരുന്ന രുദ്രാണിയെയും താങ്ങിയെടുത്ത് ദാസിമാർ 4 പേരും പാലം കടന്ന് കാവുങ്കൽ ദേശത്തേക്ക് പ്രവേശിച്ചു. അവർക്ക് പിന്നാലെ വന്ന കുതിരക്കാരന്റെ കണ്ണിലെ ചുവപ്പും ആ ഭാവമാറ്റവും കണ്ട് കുതിരകൾ വല്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കി. കുതിരവണ്ടിയുടെ അടുത്ത് നിന്ന ദാസി മറ്റ് 4 ദാസിമാരെയും കണ്ട് മുരച്ചു തുള്ളിപ്പോയി. കാരണം ആ 4 ദാസിമാരുടെയും കണ്ണുകൾ ആകെ ചുവന്ന് തുടുത്തിരുന്നു. കൂടാതെ അവരുടെ കൈനഖങ്ങളും കാൽനഖങ്ങളും കറുത്ത് നീണ്ടു കോർത്തിരുന്നു. കുതിരവണ്ടിയുടെ അടുത്തെത്തിയ ദാസിമാർ 4 ചേർന്ന് 5ാമത്തെ ദാസിയുടെ മേലേക്ക് ചെന്നായക്കൂട്ടത്തെ പോലെ ചാടി വീണു. കുതിരവണ്ടിക്കാരനുൾപ്പെടെയുള്ള ആ 5 പേർ ചേർന്ന് ആ ദാസിയെ പകുതിയിലധികവും ഭക്ഷിച്ചു. രുദ്രാണി അതെല്ലാം ഒരു ചിരിയോടെ കണ്ടു നിന്നു. വികൃതമായ ദാസിയുടെ ശവശരീരം വഴിവക്കത്തുപേക്ഷിച്ച് അവർ 6 പേരും കുതിരവണ്ടിയിൽ കയറി വന്ന വഴിയെ തന്നെ തിരിച്ചു പാഞ്ഞു. കുതിരകൾ ഭ്രാന്ത് പിടിച്ചതുപോലെ അലറി കരഞ്ഞുകൊണ്ട് മുന്നോട്ട് ഓടിക്കൊണ്ടേയിരുന്നു. ഇരുട്ട് വീണ കാട്ടുപാതയിലൂടെ പാഞ്ഞു മുന്നേറിയ ആ കുതിരവണ്ടിയെയും അതിലെ യാത്രക്കാരെയും കണ്ട് വഴിയോരത്ത് പതുങ്ങി നിന്ന ചെന്നായ്ക്കൂട്ടങ്ങൾ വലിയ ശബ്ദത്തിൽ ഓടിയിട്ടു. കാട്ടുമരങ്ങളിൽ ചേക്കേറിയ കൂമന്മാർ കൂകി അലച്ചുകൊണ്ട് ആ കുതിരവണ്ടിയുടെ പിന്നാലെ പറന്നു. ആകാശത്ത് തെളിഞ്ഞു നിന്ന ചന്ദ്രക്കലയെ മേഘങ്ങൾ മറച്ചു. കാനനപാത പിന്നിട്ട കുതിരവണ്ടി ജനവാസമുള്ള കാവുങ്കൽ ദേശത്തെ ചെറിയൊരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഏറെ നാളായിട്ട് മഴ പെയ്യാത്തതിനാലും കനത്ത ചൂടുകൊണ്ടും ഗ്രാമത്തിലെ ജനങ്ങൾ വീടിന് പുറത്തു തന്നെ ആ സമയം വിശ്രമിക്കുന്നുണ്ടായിരുന്നു. പൊടി പറത്തിക്കൊണ്ട് കുതിച്ചു പായുന്ന കൊട്ടാരത്തിലെ കുതിരവണ്ടി കണ്ട് അവർ വഴിയോരത്തേക്ക് എത്തി നോക്കി. ഇരുട്ടിൽ മറഞ്ഞുപോയ ആ കുതിരവണ്ടിയിൽ ചുവന്നു തിളങ്ങുന്ന 4 പേരുടെ കണ്ണുകൾ കണ്ട് അവർ അന്തം വിട്ടു നിന്നു. ആരായിരുന്നു ആ കുതിരവണ്ടിയിൽ? നാട്ടുകാരിൽ ആരോ ഒരാൾ ചോദിച്ചു. കൊച്ചുതമ്പുരാട്ടി രുദ്രാണിയും സഖിമാരും. ചോദ്യം കേട്ട ഒരുവൻ മറുപടിയും പറഞ്ഞു.
കാവുങ്കൽ ദേശക്കാർക്ക് എന്തോ വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ നാട്ടിലെ തന്നെ പ്രായമുള്ള ഒരു മുത്തശ്ശിയായിരുന്നു അത് പറഞ്ഞത്. എന്താണ് നീലിയമ്മ അങ്ങനെ പറഞ്ഞത്? തൊട്ടടുത്ത് നിന്ന അയൽവക്കക്കാരന്റെ ചോദ്യത്തിന് മറുപടിയായി നീലിയമ്മ പറഞ്ഞു, ആ പാഞ്ഞുപോയ കുതിരവണ്ടി അടുത്തെത്തിയപ്പോൾ രൂക്ഷമായ ഒരു ശവഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. വണ്ടിയുടെ പിന്നാലെ പാഞ്ഞുപോയ കൂമന്മാർ പൈശാചികമായി എന്തോ ഒന്നിനെ കണ്ടതുപോലെ കൂവി ആർക്കുന്നുണ്ടായിരുന്നു. ആകാശത്ത് തെളിഞ്ഞു നിന്ന ചന്ദ്രക്കലയെ കരിമേഘങ്ങൾ മറച്ചിരിക്കുന്നു. എങ്ങും അന്ധകാരം. ഇതെല്ലാം വരാനിരിക്കുന്ന അപകടത്തിന്റെ സൂചനയാണ്. പൊടിക്ക് മന്ത്രവും തന്ത്രവും അറിയാവുന്ന നീലിയമ്മയുടെ വാക്കുകൾ കേട്ട് ആ നാട്ടുകാർ വല്ലാണ്ട് പരിഭ്രമിച്ചു. ഇരുട്ടിയിട്ടും ക്ഷേത്രദർശനത്തിന് പോയ രുദ്രാണിയെയും സഹിമാരെയും കാണാഞ്ഞതിനാൽ ഭാനുമതി തമ്പുരാട്ടി മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് വഴിയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആദിത്യനും തന്റെ ഉറക്കരുടെ ജനലുകൾ തുറന്നിട്ടുകൊണ്ട് രുദ്രാണിയെ കാത്ത് വഴിയിലേക്ക് കണ്ണു നട്ടു നിന്നു. രുദ്രാണിയെ തന്നെ വിവാഹം കഴിച്ചിട്ട് മാസങ്ങൾ പലതും കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും അവളോട് താൻ സ്നേഹത്തോടെ ഒരു വാക്കുപോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല. തമ്പുരാട്ടി രുദ്രാണി പറഞ്ഞത് എത്ര ശരിയാണ്. കഴിഞ്ഞുപോയ യുദ്ധത്തിൽ തന്നെക്കാളും കൂടുതൽ നഷ്ടങ്ങൾ അവൾക്കാണ് ഉണ്ടായത്. അവൾക്ക് എല്ലാം നഷ്ടമായി. എന്നിട്ടും രുദ്രാണിയോട് താൻ ഈ കാണിക്കുന്ന അകൽച്ച ശരിയാണോ? കാവുങ്കൽ ദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്കൊരിക്കലും രുദ്രാണിയെ ഒരു കാരണമായിരിക്കില്ല. എന്തിനു വെറുതെ അവളെ പഴിക്കുന്നു? ആദിത്യവർമ്മ തന്നോട് തന്നെ ഇങ്ങനെ പലതും ചോദിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. ഇരുട്ട് കനത്തു. ക്ഷേത്രദർശനത്തിന് പോയ രുദ്രാണി മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവൾക്ക് എന്ത് സംഭവിച്ചിരിക്കും? എന്താണ് അവൾ ഇത്ര വൈകുന്നത്? മാർഗമധ്യേ എന്തെങ്കിലും അപകടം? ആദിത്യൻ വല്ലാതെ പരിഭ്രമിച്ചു. ഇന്നത്തെ രാത്രിക്ക് അസാധാരണമായ ഒരു ഇരുട്ടാണ്. രുദ്രാണിക്ക് എന്തെങ്കിലും സംഭവിച്ചു? അവളെ അന്വേഷിച്ചു പോകാനായി തീരുമാനിച്ചപ്പോഴേക്കും കൊട്ടാരത്തിന്റെ വലിയ കവാടം കടന്ന് ആ കുതിരവണ്ടി കൊട്ടാരമുറ്റത്തേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് ആദിത്യവർമ്മക്ക് തെല്ല് സമാധാനമായി. കുതിരവണ്ടിയിൽ നിന്നിറങ്ങിയ രുദ്രാണി പാറാവുകാരെ രൂക്ഷമായി ഒന്ന് നോക്കിയതിനു ശേഷം അകത്തേക്ക് നടന്നു നീങ്ങി. കുതിരവണ്ടിക്കാരനും ബാക്കി സഖിമാരും ഭാനുമതി തമ്പുരാട്ടിയുടെ മുന്നിലെത്തി എന്തൊക്കെയോ പറഞ്ഞു. അല്പനേരത്തിനുള്ളിൽ തന്നെ ആ വാർത്ത ആദിത്യവർമ്മയുടെ ചെവികളിലും എത്തി. അവിശ്വസനീയമായ വാർത്ത കേട്ട് അദ്ദേഹം രുദ്രാണിയെയും സഖിമാരെയും ഒപ്പം തന്നെ കുതിരവണ്ടിക്കാരനെയും തന്റെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി. പറയൂ, സഖി പ്രിയമ്പതയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവളെ കാട്ടുപുലി ആക്രമിച്ച് കൊന്നു തിന്നു എന്ന് പറഞ്ഞത് സത്യമാണോ? സത്യമാണ് കൊച്ചു തമ്പുരാനി. ചന്ദ്രഗിരി പുഴയുടെ തീരത്തെ ആ കാട്ടുപാതയിൽ വെച്ചാണ് പുലി ഞങ്ങളെ ആക്രമിച്ചത്. പ്രിയമ്പതയെ അത് കടിച്ചു കീറി ഭക്ഷിച്ചു. ആകസ്മികമായിട്ടുണ്ടായ ആ ആക്രമണത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പാവം കൊച്ചു തമ്പുരാട്ടി രുദ്രാണി ഉറ്റ തോഴിയായ പ്രിയമ്പതയുടെ മരണത്തിൽ അതീവ ദുഃഖിതയാണ്. അത്രയും പറഞ്ഞപ്പോഴേക്കും ആ ദാസിയുടെ തൊണ്ടയിടറി. ദാസി പോയതിനു ശേഷം ആദിത്യവർമ്മ വീണ്ടും ആലോചനയിൽ മുഴുകി. കാവുങ്കൽ ദേശത്തിന് അതിനടുത്തുള്ള കാട്ടുപ്രദേശത്ത് നിന്ന് ഇതുവരെയും ഇങ്ങനെയൊരു വാർത്ത കേട്ടിട്ടില്ല. പുലി മനുഷ്യനെ പിടിച്ചു തിന്നുന്നത് ഇതാദ്യമായിട്ടാണ്. എന്തായാലും ആ വന്യമൃഗം നാട്ടിലേക്ക് ഇറങ്ങാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. ആദിത്യവർമ്മ ഉടൻ തന്നെ കുറച്ച് സൈനികരെയും ഒപ്പം കൂട്ടി ആ വനപ്രദേശത്തേക്ക് പോകാൻ ഒരുങ്ങി. നേരമേറെ ആയിരിക്കുന്നു. ഈ രാത്രി മാംസപൂജയായ ഒരു കാട്ടുമൃഗത്തെ തപ്പിപ്പോകുന്നത് ഉചിതമല്ല. നാളെ നേരം പുലരട്ടെ, വേണ്ടത് ചെയ്യാം. ഭാനുമതി തമ്പുരാട്ടി മകനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ തമ്പുരാട്ടി നിർബന്ധത്തിന് വഴങ്ങി ആദിത്യവർമ്മ ആ സാഹസത്തിന് മുതിർന്നില്ല. രാത്രി ഭക്ഷണത്തിന് ശേഷം അദ്ദേഹം അന്നാദ്യമായി രുദ്രാണിയുടെ ഉറക്കറയിലേക്ക് ചെന്നു. ചിത്രപ്പണിയിലുള്ള വലിയ വാതിലിൽ മുട്ടിവിളിച്ചു. രുദ്രാണി ആ സമയം ആരോട് സംസാരിക്കുന്നത് പോലെ തോന്നിയ ആദിത്യൻ ചെവി വട്ടം പിടിച്ചു. ഒരു പിറുപിറുക്കൽ ശബ്ദം അറയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. രുദ്രാണി ഇതാരോടാണ് ഈ സംസാരിക്കുന്നത്? തോഴിമാരോടാണോ? ഒന്നും വ്യക്തമല്ല. അടുത്ത തവണ കഥകിൽ മുട്ടിവിളിക്കുന്നതിന് മുമ്പ് തന്നെ അറയുടെ വാതിൽ മലർക്കെ തുറന്ന് രുദ്രാണി പുറത്തേക്ക് വന്നു. പുറത്ത് ആദിത്യവർമ്മയെ കണ്ടതോടെ രുദ്രാണിയുടെ പേടിച്ചരണ്ട മുഖം ഒന്ന് തെളിഞ്ഞു. ആ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. കൊച്ചുതമ്പുരാട്ടിയുടെ തുടുത്ത കവിഞ്ഞു വിരിഞ്ഞ നുണക്കുഴികൾ ആദിത്യവർമ്മയെ വല്ലാതെ ആകർഷിച്ചു. തന്റെ പ്രിയപ്പെട്ട തോഴിയുടെ ദാരുണമായ മരണത്തിൽ എനിക്ക് ഖേദമുണ്ട്. രുദ്രാണിയുടെ മുഖം വാടി. എനിക്ക് ഒന്ന് മനസ്സ് തുറക്കാൻ ആരുമില്ലാതെയായി. അവളുടെ ശബ്ദമിടറി, കണ്ണുകൾ ഈറനായി.
സങ്കടപ്പെടാതിരിക്കൂ. അങ്ങനെയൊന്ന് സംഭവിച്ചു പോയി. ഇനി ഇതുപോലൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ വേണ്ടത് ചെയ്യാം. എന്തൊക്കെ ചെയ്താലും എന്റെ ഉറ്റ സഖിയെ എനിക്കിനി തിരിച്ചു കിട്ടില്ലല്ലോ. രുദ്രാണി സങ്കടം സഹിക്കാനാവാതെ കിടക്കയിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. തമ്പുരാട്ടിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ആദിത്യൻ എത്തിച്ചേർന്നു. അദ്ദേഹം തെല്ല സങ്കോചത്തോടെ രുദ്രാണിയുടെ അരികിൽ ചെന്നിരുന്നു. തമ്പുരാട്ടി അപ്പോഴും വിതുമ്പുകയായിരുന്നു. കരയാതിരിക്കൂ രുദ്രാണി. ആദിത്യൻ തമ്പുരാട്ടിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അവളെ തന്റെ മാറിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ആശ്വാസവാക്കുകൾ പറഞ്ഞു. ചെറിയൊരു കുട്ടിയെപ്പോലെ രുദ്രാണി തമ്പുരാന്റെ മാറിലേക്ക് ചേർന്ന് നിന്നു. ആദിത്യവർമ്മയെ ചുറ്റിപ്പിടിച്ച കൈകളിലെ നഖങ്ങൾ കറുത്തിരുണ്ട് കോർത്തു തിളങ്ങി. അവളുടെ നിമിസമാർന്ന മുടിയിലകൾ തലോടിക്കൊണ്ടിരുന്ന ആദിത്യൻ എല്ലാം മറന്ന് അങ്ങനെ നിന്നുപോയി. രുദ്രാണി, ഇവൻ നമ്മുടെ ശത്രുവാണ്. നമ്മുടെ നാട് മുടിച്ച ഇവന്റെ ജീവൻ നീ എടുക്കണം. കാവുങ്കൽ ദേശത്തെ ഒരു കുഞ്ഞിനെ പോലും നീ ബാക്കി വെക്കരുത്. ഇവന്റെ കുലം നശിച്ചില്ലാതെയാകണം. തന്റെ മനസ്സിനുള്ളിൽ നിന്ന് ആരോ അങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതായി രുദ്രാണിക്ക് തോന്നി. ആ നിമിഷം തന്നെ ദൈത്യനഗരിലെ യുദ്ധഭൂമിയിലെ ചോരക്കളം അവൾ ഓർമ്മ വന്നു. അതോടെ രുദ്രാണിയുടെ ഉള്ളിൽ പക ആളിക്കത്തി. തന്നെ നെഞ്ചിൽ ചേർത്ത് നിർത്തിയിരിക്കുന്ന ആദിത്യവർമ്മ തമ്പുരാന്റെ കഴുത്തിലെ ഞരമ്പ് കടിച്ചു മുറിക്കാനും ആ നെഞ്ച് പിളർന്ന് തുടിക്കുന്ന ഹൃദയം വലിച്ചു പറിച്ച് പുറത്തേക്കെടുക്കാനും അവൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായി. ചെറിയ തമ്പുരാന്റെ ദേഹത്തെ ചൂട് തട്ടുന്തോറും രുദ്രാണിക്ക് വല്ലാത്തൊരു ദാഹം അനുഭവപ്പെടാൻ തുടങ്ങി. അത് അദ്ദേഹത്തിന്റെ സിരകൾ കൂടി ഒഴുകുന്ന രക്തം പാനം ചെയ്യാനുള്ള അടക്കാനാവാത്തൊരു ദാഹമായിരുന്നു. രുദ്രാണി കുറെ കൂടി ആദിത്യവർമ്മയുടെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു. വെളുത്ത മുല്ലപ്പൂ മുട്ടുപോലെയുള്ള രുദ്രാണിയുടെ പല്ലുകൾ ഒരു പിശാചിന്റേതുപോലെ പുറത്തേക്ക് നീണ്ടുവന്നു. അവയുടെ കൂർത്തഗ്രം അറയിലെ വിളക്കിന്റെ പ്രകാശത്തിൽ മിന്നി തിളങ്ങി. അരുത് രുദ്രാണി, തിടുക്കം കൂട്ടേണ്ട. അത് ചിലപ്പോൾ ഫലം കണ്ടെന്ന് വരില്ല. ഇവനെയും ഇവന്റെ നാടിനെയും നശിപ്പിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കണം. അതിന് പറ്റിയൊരവസരം വന്നു ചേരാതിരിക്കില്ല. ആ ശബ്ദം തന്റെ പിതാവ് ബാലികേശന്റേതുപോലെ അവൾക്ക് തോന്നി. രുദ്രാണിയുടെ കണ്ണുകൾ മുറിയിലാകെ പരതി നടന്നു. കതകിനും മറയിലും ജനലിലെ പർദ്ദയ്ക്കരികിലും ഇരുട്ടു നിറഞ്ഞ മുറിയുടെ കോണിൽ പോലും ചില നിഴലനക്കം അവൾ കണ്ടു. അതെല്ലാം തന്നെ ദൈത്യനഗരിലെ ശവപ്പറമ്പിൽ വെച്ച് തന്നോടൊപ്പം കൂടിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. ആ നിഴൽ രൂപങ്ങൾ അവളെ നോക്കി കണ്ണു ചിമ്മി. തമ്പുരാനി, അങ്ങ് വേഗം താഴേക്കൊന്നു വരണം. അറക്കുപുറത്തു നിന്ന് കാൽപെരുമാറ്റം കേട്ട ആദിത്യവർമ്മ ഞെട്ടിപ്പിടഞ്ഞ് രുദ്രാണിയുടെ കരവലയത്തിൽ നിന്ന് അകന്നു മാറി. പുറത്തുനിന്ന് കാവൽക്കാരനെ നോക്കി അദ്ദേഹം ചോദിച്ചു, എന്താണ് ഉണ്ടായത്? കൊച്ചു തമ്പുരാനി, കൊട്ടാരത്തിൽ ഒരനർത്ഥം ഉണ്ടായിരിക്കുന്നു. ആദിത്യവർമ്മയുടെ നെറ്റി തുണിഞ്ഞു. എന്താണ് സംഭവിച്ചത്? ഒന്ന് തെളിച്ചു പറയൂ. പാറാവുകാരിൽ 2 പേർക്ക് മാരകമായ പരിക്ക് പറ്റിയിരിക്കുന്നു. ഏതോ കാട്ടുമൃഗം അവരെ ആക്രമിച്ചിരിക്കുന്നു. അത് കേട്ടതും ആദിത്യവർമ്മ തിടുക്കത്തിൽ ആ അറയിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു. അത്രയും നേരം കൊച്ചുതമ്പുരാന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന രുദ്രാണിക്ക് അദ്ദേഹം അകന്നു മാറിയപ്പോൾ അതിയായ ദേഷ്യമുണ്ടായി. അവൾ പല്ലുകൾ കടിച്ച് ശബ്ദമുണ്ടാക്കി. ആദിത്യവർമ്മയെയും കൂട്ടി അവിടെ നിന്ന് നടന്നു നീങ്ങിയ കാവൽക്കാരനെ അവൾ രൂക്ഷമായി ഒന്ന് നോക്കി. കൊട്ടാരമുറ്റത്തേക്ക് വന്ന ആദിത്യൻ നടുങ്ങിപ്പോയി. കാരണം അവിടെ ഒരു ചാരു ബെഞ്ചിൽ ഒരു പാറാവുകാരൻ കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് നിറയെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. തമ്പുരാനെ കണ്ടപ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് അല്പം മാറി നിന്നു. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു ഭയം പ്രകടമായിരുന്നു. ബെഞ്ചിൽ കിടന്ന പാറാവുകാരന്റെ തുടയിൽ വലിയൊരു വെച്ചുകെട്ട് കാണപ്പെട്ടു. തുടയിൽ പൊതിഞ്ഞു കെട്ടിയ ആ വെളുത്ത തുണി രക്തത്തിൽ ആകമാനം നനഞ്ഞിരുന്നു. ആദിത്യൻ അയാളോട് എന്തോ ചോദിക്കാൻ തുനിയവേ അവിടേക്ക് അടുത്ത പാറാവുകാരനെയും കുറെ പേർ ചേർന്ന് എടുത്തുകൊണ്ടുവന്നു. അയാളുടെ കഴുത്തിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. മരണവപ്രാളത്തിൽ അയാൾ പിടയുകയായിരുന്നു. ഹൃദയഭേദകമായ ആ കാഴ്ച കണ്ട് ആദിത്യവർമ്മ അവിടെ നിന്നവരോട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവർക്കൊക്കെ എന്താണ് പറ്റിയത്? അപ്പോഴേക്കും കുറച്ചു പേർ ഒരു വൈദ്യനെയും കൂട്ടി അവിടേക്ക് എത്തി. വൈദ്യൻ ആദ്യം തന്നെ കഴുത്തിന് മുറിവേറ്റ ആളെ പരിശോധിച്ചു. അയാളുടെ മുറിവിൽ പച്ചമരുന്നുകൾ വെച്ച് കെട്ടിയതിനു ശേഷം തമ്പുരാനോടായി അദ്ദേഹം പറഞ്ഞു, കൊച്ചു തമ്പുരാൻ എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊരു മുറിവ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. ഈ പാറാവുകാരനെ രക്ഷിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇയാളുടെ രക്തം ഏറെ നഷ്ടമായിരിക്കുന്നു. ബോധമില്ലാത്തതിനാൽ
എന്താണ് ഉണ്ടായതെന്നും ചോദിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു പക്ഷേ ബോധം തെളിഞ്ഞാലും ഇയാൾക്ക് സംസാരശേഷി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയം തുടയിൽ മുറിവേറ്റ ആൾ വേദന കടിച്ചമർത്തി വിക്കി വിക്കി ഒരു വിധത്തിൽ പറഞ്ഞു. കൊട്ടാരമുറ്റത്തെ പ്രധാന കവാടത്തിനരികിൽ പാറാവ് നിന്ന് എന്റെ മുന്നിലേക്ക് കറുത്ത എന്തോ ഒന്ന് ഓടിയടുത്തു. അതൊരു മനുഷ്യരൂപമായിരുന്നു. പക്ഷേ അതിന്റെ കൈനഖങ്ങൾ നീണ്ട കൂർത്തതായിരുന്നു. പല്ലുകൾക്ക് മൂർച്ചയുള്ളതും കൂർത്ത് തിളങ്ങുന്നതുമായിരുന്നു. എന്ത് അസംബന്ധമാണ് താൻ ഈ പറയുന്നത്? വേദന കൊണ്ട് തന്റെ സ്വബോധം നശിച്ചു. ഭ്രാന്ത് പിടിച്ച ഏതോ കാട്ടുമൃഗം കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് പ്രിയംവതിയെ കടിച്ചു കൊന്നത്. അല്ല തമ്പുരാനെ, അതൊരു മൃഗമല്ല, അതൊരു മനുഷ്യനായിരുന്നു. കൊട്ടാരത്തിലെ കുതിരകളെ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് ആ രൂപം എന്റെ അരിയിലേക്ക് കൂടി വന്നത്. അത് കേട്ടതും അവിടെ നിന്ന് കുറച്ച് സൈനികർ മൂർച്ചയേറിയ വാളുമേന്തി ആ ഭാഗത്തേക്ക് പോയി. പക്ഷേ പോയതുപോലെ അവരെല്ലാവരും അതേ വേഗതയിൽ തിരിച്ചു വന്നു. കാരണം കുതിരക്കൂട്ടത്തിലുണ്ടായിരുന്ന 2 കുതിരകൾ കഴുത്തിൽ മുറിവുമായി താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. വൈദ്യനും തമ്പുരാനും അവിടെ കൂടി. നോക്ക് തമ്പുരാനെ, ഇവറ്റകളുടെ പ്രാണം പോകാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിലത്തോ ഈ കുതിരകളുടെ ശരീരത്തിലോ ഒരു തുള്ളി ചോര പോലും ഇനി ബാക്കിയില്ല. ഇങ്ങനെ ആക്രമിക്കുന്ന ഏത് മൃഗമാണ് ഈ ഭൂമിയിലുള്ളത്? ശരീരം ഈ വിധം കടിച്ചു മുറിച്ച് രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു മൃഗത്തെ പറ്റിയും ഞാനിതുവരെയും കേട്ടിട്ടില്ല. വൈദ്യന്റെ സംസാരം കേട്ട് ആദിത്യവർമ്മ കുതിരകളുടെ മുറിവിലേക്ക് നോക്കി. വൈദ്യൻ പറഞ്ഞതുപോലെ തന്നെ ആ കുതിരകൾ അല്പനേരത്തിനുള്ളിൽ തന്നെ ജീവൻ വെടിഞ്ഞു. തമ്പുരാനും വൈദ്യനും അവിടെ നിന്ന് വീണ്ടും തുടയിൽ മുറിവേറ്റ ആ ആളുടെ അരികിലെത്തി. അപ്പോഴും അയാൾ വേദനയാൽ ഉളയുകയായിരുന്നു. ഈ സമയം കൊട്ടാരത്തിലെ സൈനികർ ആ പരിസരമാകെ അടിച്ചു കുറുക്കി. അവർക്ക് അവിടെയെങ്ങും അങ്ങനെ ഒരു മൃഗത്തിനെ കണ്ടെത്താനായില്ല. നിരാശയോടെ അവരെല്ലാവരും തമ്പുരാന്റെ അടുത്തെത്തി പറഞ്ഞു, തമ്പുരാനെ, ഇവിടെ എങ്ങും അങ്ങനെ ഒരു കാട്ടുമൃഗത്തെ ഞങ്ങൾക്ക് ആർക്കും കണ്ടെത്താനായില്ല. ചാരുമഞ്ഞിൽ കിടന്ന് അത്രയും നേരം അസഹനീയമായി വേദനയാൽ കുളഞ്ഞുകൊണ്ടിരുന്ന ആ ആൾ പെട്ടെന്ന് ശാന്തനായി. തല ഉയർത്തി ആ മനുഷ്യൻ അടുത്തു നിന്നവരെ തുറച്ചു നോക്കി. അയാളുടെ 2 കണ്ണുകളും ചുവന്ന് തുടുത്തിരുന്നു. വായിൽ നിന്ന് ഉമിനീർ ഒലിച്ചിറങ്ങി. ഇരയെ കണ്ടൊരു ചെന്നായെ പോലെ അയാൾ മറ്റുള്ളവരെ നോക്കി മുരണ്ടു. മുറിയിടയിൽ തുടയിൽ മുറിവേറ്റ ആ പാറാവുകാരൻ അടുത്തു നിന്ന് ഒരുവന്റെ ശരീരത്തിലേക്ക് കുതിച്ചു ചാടിയതും അതിനോടൊപ്പം തന്നെ ആദിത്യവർമ്മയുടെ വെള്ളിവാൾ അയാളുടെ തലക്ക് നേരെ ഉയർന്നു താഴ്ന്നതും ഒരുപോലെയായിരുന്നു. ചുറ്റിനും നിന്നവർ ആ കാഴ്ച കണ്ട് കണ്ണുപൊത്തി. ശിരസറ്റുപോയ അയാളുടെ ശരീരം നിലത്ത് നിന്ന് എണീറ്റ് മുന്നോട്ടോടി. ഭയഭീതരായ ആളുകൾ അതുകൊണ്ട് ഓടി മാറി. ചോരയിൽ കുളിച്ചു കിടന്ന അയാളുടെ ശിരസും നിലത്ത് കിടന്നുരുണ്ടു. ഭയാനകമായ ശബ്ദത്തിൽ മുറിഞ്ഞു വീണ ആ ശിരസ് കൂക്കി വിളിച്ചു, ആർത്തു ചിരിച്ചു. അസാധാരണമായി നീണ്ട അയാളുടെ നാവ് നിലത്ത് പടർന്ന ചോര മുഴുവനും ഒരു നിമിഷം കൊണ്ട് നക്കി തുടച്ചു. ഉടലും തലയും രണ്ടായിട്ടും ആ ശരീരഭാഗങ്ങൾ ഈ വിധം ചലിക്കുന്നത് കണ്ട് തമ്പുരാൻ അടക്കമുള്ളവർ നടുങ്ങി വിറച്ചു. തറയിൽ ഉരുണ്ടു നടന്ന ആ ശിരസ് ആദിത്യവർമ്മ തമ്പുരാനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു, എന്റെ കുലം നശിപ്പിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ കാവുങ്കൽ ദേശം അധികം വൈകാതെ തന്നെ ഒരു ശവപ്പറമ്പായി മാറും. ഈ ദേശത്തുള്ളവരുടെ ആത്മാക്കൾക്ക് പോലും ഗതി കിട്ടില്ല. നിർത്തട. അത്യധികമായ കോപത്താൽ ആദിത്യൻ തന്റെ വെള്ളിവാളാൽ ആ ശിരസിനെ വെട്ടി നുറുക്കി. വെട്ടിയിട്ട് അതിന്റെ നാവ് പോലും പല കഷ്ണമായി. മുറിവേൽക്കാത്ത കണ്ണുകൾ അപ്പോഴും പേടിപ്പെടുത്തുന്ന വിധം ചലിച്ചുകൊണ്ടിരുന്നു. ആദിത്യ, ഉടൻ തന്നെ ഇവിടേക്ക് രാജഗുരു എത്തും. കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിന് പുറത്ത് തെക്ക് വശത്തായി ഒരു ചിത കൂട്ടി അതിലിട്ട് ഇവന്റെ ശിരസ് എരിച്ചു കളയും. എന്നാൽ മാത്രമേ തലയിൽ നിന്ന് വേർപെട്ടു പോയ ഈ ഉടലിന്റെയും ഓട്ടം നിലയ്ക്കുകയുള്ളൂ. അമ്മ തമ്പുരാട്ടി ഭാനുമതി അമ്മയുടെ ആ വാക്കുകൾ കേട്ട് ആദിത്യൻ ചോദ്യഭാവത്തിൽ അവരെ ഒന്ന് നോക്കി. കാവുങ്കൽ ദേശക്കാർക്ക് സങ്കടങ്ങളുടെ കാലമാണ്. വരാനിരിക്കുന്ന വലിയ എന്തോ ആപത്തിന്റെ സൂചനയാണിത്. തൽക്കാലം ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഭാനുമതി തമ്പുരാട്ടിയുടെ നിർദ്ദേശപ്രകാരം സൈനികർ ഒരു ചിതയൊരുക്കി. കഷ്ണം കഷ്ണങ്ങളായി നിലത്ത് കിടന്ന ആ തലയുടെ ചലിക്കുന്ന കണ്ണുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൊച്ചുതമ്പുരാൻ ആദിത്യവർമ്മ ആ ചിതയിലേക്കിട്ടു. അതോടെ കൊട്ടാരമുറ്റത്തോടി നടന്ന ഉടൽഭാഗം പിടഞ്ഞ് നിലത്തേക്ക് വീണു. അല്പസമയത്തിനുള്ളിൽ തന്നെ
അതിന്റെ അനക്കവും നിലച്ചു. ഈ ഒരു സമയത്തിനുള്ളിൽ രാജഗുരുവും അവിടേക്ക് എത്തിച്ചേർന്നു. കഴുത്തിന് മുറിവേറ്റ് ബോധമില്ലാതെ കിടന്ന പാറാവുകാരനെയും ചത്തമലച്ച കുതിരകളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചതിനു ശേഷം അദ്ദേഹം ആദിത്യവർമ്മയോടായി പറഞ്ഞു, ചേതനയേറ്റ ഈ കുതിരകളുടെ രക്തം മുഴുവനും നഷ്ടമായിരിക്കുന്നു. അതിനർത്ഥം ഇവറ്റകളെ ആക്രമിച്ചത് ഏത് ജീവിയാണോ അത് ആ രക്തം മുഴുവനും മൂറ്റി കുടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവയിനി ചലിക്കുകയില്ല. പക്ഷേ ആ പാറാവുകാരന് ആ ജീവിയുടെ കടിയേറ്റതേയുള്ളൂ. അതാണ് അയാൾ ഈ വിധം പെരുമാറിയത്. ബോധം മറഞ്ഞു കിടക്കുന്ന ഈ പാറാവുകാരന്റെ കഴുത്തിലും ആഴത്തുള്ള മുറിവേറ്റിട്ടുണ്ട്. അധികം വൈകാതെ ഇയാളും ഈ വിധം പെരുമാറും. മനുഷ്യരക്തത്തിനായി ഇവനും നമ്മളെ ആക്രമിക്കും. പറഞ്ഞു വന്നത്, ഇവരെയെല്ലാം ആക്രമിച്ച ആ രക്തപാനിയെ കണ്ടെത്തിയേ മതിയാകൂ. അല്ലാത്ത പക്ഷം അതിന്റെ കടിയേറ്റ് എല്ലാവരും ഈ വിധം അക്രമകാരികളായി തീരും. പിന്നെ എന്താണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ തമ്പുരാൻ ഊഹിക്കാമല്ലോ. ഈ ദേശത്തുള്ളവരെല്ലാവരും തന്നെ ചോരക്കുടിയന്മാരായ മാംസഭൂജികളായി മാറും. രണ്ടാമതൊന്നും ആലോചിക്കാതെ ആദിത്യവർമ്മ തമ്പുരാൻ ബോധം വിട്ട് കിടന്ന ആ മനുഷ്യന്റെ ഉടലും രണ്ടാക്കി അയാളുടെ ശിരസും അഗ്നിക്കിരയാക്കി. രാജഗുരുവിന്റെ ആവശ്യപ്രകാരം തലയേറ്റുപോയ ഉടലുകളും കുതിരകളുടെ മൃതശരീരങ്ങളും മറ്റൊരു ചിതയിൽ ദഹിപ്പിച്ചു. കൊച്ചുതമ്പുരാൻ എത്രയും പെട്ടെന്ന് രക്തപാനിയായ ജീവിയെ കണ്ടെത്തിയ മതിയാവും. എനിക്കും ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. 2 നാൾക്കുള്ളിൽ തന്നെ ഞാൻ ഇവിടേക്ക് മടങ്ങിയെത്താം. അപ്പോഴേക്കും ഈ പ്രശ്നത്തിനുള്ള ശാശ്വതമായ പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും. രാജഗുരു പോയ ഉടനെ തന്നെ തമ്പുരാനും കൂട്ടരും കുതിരപ്പുറത്ത് ആ രക്തപാനിയെ തിരിഞ്ഞ് എങ്ങോട്ടും നില്ലാതെ യാത്രയായി. രാത്രി മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് പുലർച്ചെയായപ്പോഴേക്കും ആദിത്യനും സൈനികരും കൊട്ടാരത്തിൽ തിരിച്ചെത്തി. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു നിരാശ കാണാമായിരുന്നു. രുദ്രാണിയുടെ 4 സഖിമാരും ആ കുതിരക്കാരനും നിരാശരായി മടങ്ങിയെത്തിയ അവരെ കണ്ട് ഉള്ളിൽ ചിരിച്ചു. അടുത്ത ഒരു മനുഷ്യവേട്ടക്കായി അവർ 5 പേരും തക്കം പാർത്തിരുന്നു. 1-2 ദിവസങ്ങൾ ശാന്തമായി കടന്നുപോയി. രാജഗുരുവിനെ കൊട്ടാരത്തിലേക്ക് കാണാതിനെ തുടർന്ന് 2 സൈനികർ അദ്ദേഹത്തെ തിരക്കി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെത്തി. പക്ഷേ രാജഗുരു ധ്യാനം വിട്ടുണർന്നിരുന്നില്ല. കുറെ നേരം അദ്ദേഹത്തിനെ അവർ കാത്തിരുന്നെങ്കിലും കാര്യമുണ്ടായില്ല. ധ്യാനത്തിന് ശേഷം രാജഗുരു കൊട്ടാരത്തിലേക്ക് എത്തിക്കൊള്ളുമെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അറിയിച്ചതിനെ തുടർന്ന് സൈനികർ തിരിച്ചുപോയി. ആദിത്യവർമ്മ തമ്പുരാൻ വേട്ടമൃഗത്തിനെ അന്വേഷിച്ച് ഏറെ അലഞ്ഞു. പക്ഷേ ആ ആക്രമകാരിയുടെ ഒരു തുമ്പും അദ്ദേഹത്തിന്റെ കയ്യിൽ തടഞ്ഞില്ല. ആഹാരവും ഉറക്കവും ഉപേക്ഷിച്ച് കൊച്ചുതമ്പുരാൻ ചിന്തയിൽ മുഴുകി. തുടയിൽ മുറിവേറ്റ പാറാവുകാരന്റെ അറ്റുപോയ ശിരസ് തന്നോട് പറഞ്ഞ ആ വാക്കുകൾ ആദിത്യവർമ്മ പലതവണ ഓർത്തു. എന്റെ കുലം നശിപ്പിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നാണ് അത് അലറി പറഞ്ഞത്. അപ്പോൾ ദൈത്യനഗരിൽ ആരെങ്കിലുമാണോ ഇതിന് പിന്നിൽ? തന്നോട് ഇത്രയും പക അവിടെയുള്ളവർക്കേ ഉള്ളൂ. അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന ആ മൂന്തി നേരത്ത് ആദിത്യവർമ്മ ഒരു കാഴ്ച കണ്ടു. രുദ്രാണിയും സഖിമാരും കുതിരവണ്ടിയിൽ കൊട്ടാരത്തിന്റെ പ്രധാന കവാടം കടന്ന് പുറത്തേക്ക് പോകുന്നു. ഉടൻ തന്നെ ആദിത്യവർമ്മ അമ്മത്തമ്പുരാട്ടി ഭാനുമതിയുടെ അടുത്ത് ചെന്ന് രുദ്രാണി എവിടേക്ക് പോയതാണെന്ന് അന്വേഷിച്ചു. പാവം രുദ്രാണി, ഇത്ര ദിവസമായി അവൾ ഒറ്റയ്ക്ക് ആ അറയിൽ അങ്ങനെ കഴിച്ചു കൂട്ടുന്നു. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ കാരണം നീ അവളോട് ഒന്നും സംസാരിക്കാറ് പോലുമില്ല. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞത് കൊണ്ടാകാം അവൾ ചന്ദഗിരിപ്പുഴയിൽ നീരാടാൻ പോയത്. എന്നോട് പോകാനുള്ള അനുവാദം ചോദിച്ചു. ഞാനെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ അമ്മത്തമ്പുരാട്ടി എന്തിനാണ് അതിന് സമ്മതിച്ചത്? ചന്ദഗിരിപ്പുഴയുടെ അടുത്ത് വെച്ചല്ലേ പ്രിയംവദയ്ക്ക് അപകടമുണ്ടായത്. അപ്പോൾ പിന്നെ രുദ്രാണിയെ അവിടേക്ക് വിടേണ്ടിയിരുന്നില്ല. ഭാനുമതി തമ്പുരാട്ടി തെല്ലം നേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു, മന്ത്രി രാജസേനൻ എന്നോടൊരു കാര്യം പറഞ്ഞു. പക്ഷേ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം രുദ്രാണി ദൈത്യനഗരിയിലെ രാജകുടുംബത്തിൽപ്പെട്ടതാണല്ലോ. അവൾ ഈ കാവുങ്കൽ കൊട്ടാരത്തിൽ വന്ന് കയറിയത് മുതൽ അശുഭമായ പലതും സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇപ്പോൾ നടന്ന ഈ സംഭവങ്ങൾക്കും രുദ്രാണിയാണ് കാരണക്കാരിയെന്ന് രാജസേനൻ ഉറപ്പിച്ച് പറയുന്നു. എന്തോ കൊച്ചു തമ്പുരാട്ടി എന്നോട് അനുവാദം ചോദിച്ചപ്പോൾ എനിക്കവളെ തടയാനായില്ല. ദൈത്യനഗരിലെ തമ്പുരാട്ടിക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ ഞാനിവളെ ഉറപ്പായും ശിക്ഷിക്കും. ഭാനുമതി തമ്പുരാട്ടി എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആദിത്യവർമ്മ കുതിരപ്പുറത്ത് കയറി ചന്ദഗിരിപ്പുഴയുടെ തീരത്തേക്ക് യാത്രയായി. ചെമ്മൺ പാതയിലൂടെ കുതിര ചീറിപ്പാഞ്ഞു. കുറെ ദൂരം ചെന്നപ്പോൾ കൊച്ചുതമ്പുരാന്റെ വഴി തടഞ്ഞുകൊണ്ട് ഒരു വൃദ്ധ വഴിക്ക് കുറുകെ കിടക്കുന്നത് കണ്ട്
സംശയത്തോടെ ആദിത്യവർമ്മ തന്റെ കുതിരയുടെ കടിഞ്ഞാൻ വലിച്ചു. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുതിര നിന്നു. കൊച്ചു തമ്പുരാനെ, ദൈത്യനഗരിയിലെ തമ്പുരാട്ടി ദുശഗുണമാണ്. അവൾ ഈ നാടിന് ആപത്താണ്. വൃന്ദ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ദൈത്യകുലത്തിന്റെ രാജകുമാരി ഒരു പിശാചിനിയാണ്. കൊട്ടാരത്തിൽ നടന്ന അസാധാരണമായ സംഭവങ്ങൾക്ക് കാരണക്കാരി രുദ്രാണി തമ്പുരാട്ടിയാണ്. ആ ഗ്രാമത്തിലെ അല്പസ്വല്പം മന്ത്രതന്ത്രങ്ങൾ അറിയാവുന്ന വൃദ്ധയായ ഒരു സ്ത്രീയായിരുന്നു അത്. ആ വൃദ്ധ പറഞ്ഞ കാര്യങ്ങൾ കൊട്ടാരത്തിലെ പലരും രഹസ്യവും പരസ്യവുമായി പറയാറുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ആദിത്യവർമ്മയ്ക്ക് അതത്ര പുതുമയായി തോന്നിയില്ല. കാവുങ്കൽ ദേശത്തിനും ദൈത്യനഗരിക്കും ഇടയ്ക്കുള്ള അതിരാണ് ചന്ദ്രഗിരിപ്പുഴ. ഇരു ദേശത്തെയും കൂട്ടിയോജിപ്പിക്കുന്ന വലിയ കലുങ്കുപാലത്തിനരിയിൽ തമ്പുരാൻ തന്റെ കുതിരയെ നിർത്തി. അല്പം ദൂരെയുള്ള വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പുഴയുടെ ഒരു ഭാഗത്ത് രുദ്രാണിയും തോഴിമാരും നീന്തി തുടിക്കുന്നു. അവരുടെ കുതിരവണ്ടി ഇക്കരെ കാവുങ്കൽ ദേശത്തിന് അതിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുതിരവണ്ടിക്കാരൻ അതിലില്ലായിരുന്നു. 3 നേരമാണ്. സൂര്യൻ അസ്തമിക്കുവാൻ പോവുകയാണ്. പർവ്വക്കൂട്ടങ്ങൾ കൂടണയാനായി തിടുക്കത്തിൽ പറന്നകലുകയാണ്. ആദിത്യവർമ്മ രുദ്രാണിയെ നോക്കി. ചുവന്ന ആകാശത്തിന്റെ പ്രഭയാൽ പുഴയിലെ വെള്ളം പോലും ചുവന്ന നിറത്തിൽ കാണപ്പെട്ടു. മതിമറന്ന് നീരാടുകയാണ് രുദ്രാണി. പുഴയിൽ മുന്നിൽ കുളിച്ചുകൊണ്ടിരുന്ന രുദ്രാണി തെല്ലുനേരം കഴിഞ്ഞപ്പോൾ അടുത്തുള്ള പാറപ്പുറത്ത് കയറിയിരുന്നു. നനവുമുട്ടിയ ചേലയും ഈരൻ മുടിയും നേരെയാക്കിക്കൊണ്ട് രുദ്രാണി തോഴിമാരോട് എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. തമ്പ്രാട്ടിയുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്ന വെള്ളത്തുള്ളികൾ തിരുനെറ്റിയിലെ ഒഴുകിപ്പറന്ന സിന്ദൂരത്താൽ മാണിക്യം മുത്തുപോലെ തിളങ്ങി. ഈരൻ മുടിത്തുമ്പിലെ കുരുക്കുകൾ തീർത്തുകൊണ്ടിരുന്ന രുദ്രാണി അപ്രതീക്ഷിതമായി അക്കരയിൽ മറഞ്ഞു നിൽക്കുന്ന ആദിത്യവർമ്മയെ കണ്ടു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. രുദ്രാണിയുടെ സുന്ദരമായ മുഖത്ത് നിന്ന് കൊച്ചുതമ്പുരാന് കണ്ണെടുക്കാനായില്ല. അദ്ദേഹം എല്ലാം മറന്ന് അങ്ങനെ നിന്നു. ദൈത്യനഗരിയിലെ മലനിരകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം രുദ്രാണി പുഴയിലേക്ക് എടുത്തു ചാടി. ഒരു മുന്നം കുഴിയിട്ട് അവൾ അക്കരയ്ക്കെത്തി. ഒരു ശില പോലെ ആദിത്യവർമ്മ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈരനോടെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് നടന്നെടുത്ത രുദ്രാണിയുടെ നോട്ടം കൊച്ചുതമ്പുരാന്റെ കഴുത്തിലെ ഇഴന്നു നിന്ന ഞരമ്പുകളിലേക്കായിരുന്നു. അവളുടെ നീലക്കണ്ണുകൾ വല്ലാതെ ചുവന്നു. കൊമ്പല്ലുകൾ പുറത്തേക്ക് നീണ്ടു. നാവ് അസാധാരണമാംവിധം പുറത്തേക്ക് നീണ്ടു തൂങ്ങി. കൈകാലുകളിലെ നഖങ്ങൾ കൂർത്തു തിളങ്ങി. രുദ്രാണിയുടെ മുഖഭാവവും ഭയാനകമായ രൂപവും കണ്ട് പുഴക്കരയിൽ ഒളിച്ചിരുന്ന ചെന്നായ്ക്കൾ ഉറക്കെ ഊരിയിട്ടു. ചെങ്കാലൻ പുള്ളികൾ ഊരി അലച്ചുകൊണ്ട് ദൈത്യനഗരിയിലെ മലനിരകളിലേക്ക് പറന്നു. രുദ്രാണി ചലനം പറ്റി നിൽക്കുന്ന ആദിത്യവർമ്മയെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചതും ദേഹം പൊള്ളിയതുപോലെ അലറിക്കരഞ്ഞുകൊണ്ട് അവൾ അദ്ദേഹത്തിൽ നിന്ന് പിടഞ്ഞു മാറി. ആദിത്യവർമ്മയുടെ കുപ്പായത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മുതുകുഭാഗത്തായിട്ട് തിരികെ വെച്ച വെള്ളിവാളിന്റെ സ്പർശനമേറ്റ നിമിഷമാണ് രുദ്രാണി ഉറക്കി കരഞ്ഞത്. അടുത്ത നിമിഷം കൊച്ചുതമ്പുരാട്ടി ആകെ പരിഭ്രമിച്ച് ചുറ്റും നോക്കി. പിന്നീട് മറുകരയിലേക്ക് നീന്തി. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഒരു വൃക്ഷത്തിന് പിന്നിലായി ഒരാൾ ആ സമയം മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, കാവുങ്കൽ ദേശത്തിന്റെ മന്ത്രി രാജസേനായിരുന്നു. അത് ആദിത്യവർമ്മയെ പിന്തുടർന്ന് വന്നതായിരുന്നു അദ്ദേഹം. തന്റെ സംശയം സത്യമായിരിക്കുന്നുവെന്ന് ബോധ്യമായതോടെ രാജസേനൻ കൊച്ചുതമ്പുരാന്റെ മുന്നിലേക്ക് ഓടിയെത്തി. അപ്പോഴും ആദിത്യവർമ്മ ശില കണക്കെ നിൽക്കുകയായിരുന്നു. തന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്നതൊന്നും തന്നെ അദ്ദേഹം അറിയുന്നില്ലായിരുന്നു. ഒട്ടും സമയം കളയാതെ രാജസേനൻ കൊച്ചുതമ്പുരാനെ കുതിരപ്പുറത്ത് കയറ്റി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ചെന്നപാടെ രാജസേനൻ താൻ കണ്ട ഭയാനകമായ കാഴ്ച ഭാനുമതി തമ്പുരാട്ടി അറിയിച്ചു. കൊച്ചുതമ്പുരാന് അപ്പോഴും ഒരു മാറ്റവുമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിലെ കൃഷ്ണമണികൾ പോലും ചലിക്കുന്നില്ലായിരുന്നു. ഏതോ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെയായിരുന്നു ആദിത്യവർമ്മയുടെ ആ നേരത്തെ ഓരോ പെരുമാറ്റവും. ഭാനുമതി തമ്പുരാട്ടി എന്നോട് പോർക്കണം. കൊച്ചുതമ്പുരാൻ വെളിവിളിച്ചിരിക്കുന്നത് ഒരു പിശാചിനെയാണ്. ദൈത്യനഗരിയിലെ രാക്ഷസകുലത്തിന്റെ തമ്പുരാട്ടിയുടെ യഥാർത്ഥ രൂപം ഞാനിന്ന് കണ്ടതാണ്. മന്ത്രി രാജസേനൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ വശത്താക്കിയ മന്ത്രതന്ത്ര സിദ്ധികളാൽ ഞാനും ഇക്കാര്യം അറിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കൊട്ടാരത്തിലേക്ക് ഓടിയെത്തിയതും. രാജഗുരുവിന്റെ വാക്കുകളായിരുന്നു അത്. അദ്ദേഹത്തെ കണ്ടതും കൈ തൊഴുത് കരഞ്ഞുകൊണ്ട് ഭാനുമതി തമ്പുരാട്ടി പറഞ്ഞു, ആദിത്യന് എന്തോ സംഭവിച്ചിരിക്കുന്നു.
അവൻ രുദ്രാണിയെ തിരഞ്ഞ് പുഴക്കരയിലേക്ക് പോയതാണ്. അങ്ങൊന്ന് നോക്കിയാട്ടെ. ഉറങ്ങിക്കിടക്കുന്ന ആദിത്യവർമ്മയെ അടിമുടി ഒന്ന് നോക്കിയതിനു ശേഷം രാജഗുരു പറഞ്ഞു. ദൈത്യനഗരിയിലെ ജനങ്ങൾ പിശാചുക്കളെയാണ് ആരാധിച്ചു പോന്നിരുന്നത്. അവരുടെ ആരാധനാമൂർത്തിയായ പിശാചുക്കളിൽ നിന്ന് അവർക്ക് ചില പ്രത്യേകതരം ശക്തികൾ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞുപോയ യുദ്ധത്തിൽ അവരെല്ലാവരും മാംസപൂജകളായ രാക്ഷസന്മാരെ പോലെ പെരുമാറിയത്. ആ രാക്ഷസ കൂട്ടങ്ങളെ കൊന്നൊടുക്കിയത് മഹാകാളിയുടെ മന്ത്രം ചൊല്ലി ശക്തിപ്പെടുത്തിയ വെള്ളി വാളുകൊണ്ടാണ്. ദാരികന്റെ ശിരസരിഞ്ഞു വീഴ്ത്തിയ ആ വാളിന്റെ അത്രയും ശക്തി തന്നെ കൊച്ചു തമ്പുരാന്റെ ഈ വെള്ളിവാളിനുമുണ്ട്. അതിനാലാണ് ഇപ്പോഴും ആദിത്യവർമ്മ തമ്പുരാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. രുദ്രാണി ഒരു പിശാചിനിയല്ല. പക്ഷെ എങ്ങനെയോ ദൈത്യനഗരിയിൽ ശിരസറ്റി വീണം മരിച്ചവരുടെ ദുരാത്മാക്കൾ അവളുടെ ശരീരത്തെ ഒരായുധമാക്കി മാറ്റിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രുദ്രാണിയെ അവയുടെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷിച്ചേ മതിയാകൂ. ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ കാവുങ്കൽ ദേശം മുടിയും. രാജഗുരുവിന്റെ വാക്കുകൾ കേട്ട് ഭാനുമതി തമ്പുരാട്ടി ഞെട്ടിവിറച്ചു. ഭാനുമതി തമ്പുരാട്ടി വിഷമിക്കാതിരിക്കൂ. കൊച്ചു തമ്പുരാൻ അല്പനേരം കഴിഞ്ഞ് ഉണരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജഗുരു തമ്പുരാന്റെ ഉറക്കറയുടെ 4 മൂലയ്ക്കും 4 കർപ്പൂരങ്ങൾ കത്തിച്ചു. അതിൽ നിന്നുയർന്ന ധൂമത്താൽ ആദിത്യവർമ്മയുടെ ശരീരം ആകെ ഒഴിഞ്ഞു. ശേഷം അദ്ദേഹത്തിന്റെ ഉറക്കറയുടെ വാതിലുകൾ ചാടി രാജഗുരു ആ അറയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കൊച്ചു തമ്പുരാൻ ഉണരുമ്പോൾ പഴയ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും മാറ്റമുണ്ടാകും. എനിക്കിനിയും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തമ്പുരാന്റെ കൈവശമുള്ള വെള്ളിവാള് സദാസമയവും അദ്ദേഹത്തിന്റെ കൈവശം തന്നെ ഉണ്ടാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ രാജഗുരു കുതിരവണ്ടിയിൽ തന്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു. നേരം പാതിരയായിട്ടും പുഴയിൽ നീരാടാൻ പോയ രുദ്രാണിയും കൂട്ടരും കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയില്ല. ആ പാതിര സമയത്ത് ഗ്രാമത്തിലെ ജനങ്ങളിൽ ചിലർ പേടിപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. നാളുകളായി മഴ പെയ്യാത്തതിനാൽ അസഹനീയമായ ചൂട് കാരണം പലരും വീടിന് പുറത്താണ് അന്തി ഉറങ്ങിയിരുന്നത്. കിടന്നിരുന്ന കട്ടിലിന്റെ തലക്കിൽ നിന്ന് ആരോ പല്ലുകടിച്ച് ശബ്ദമുണ്ടാക്കുന്നത് കേട്ടാണ് ഒരുവൻ ഉറക്കം വിട്ടുണർന്നത്. ഉറക്കത്തിൽ കണ്ണുതിരുമി തന്റെ പിന്നിലേക്ക് നോക്കിയ അവൻ ആകെ പകച്ചുപോയി. കറുത്ത പൊക്കമുള്ള ഒരാൾ രൂപം തുറിച്ച കണ്ണുകളുമായി തന്നെ നോക്കി നിൽക്കുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വികൃത രൂപം അയാളുടെ നെഞ്ചിലേക്ക് ചാടിക്കയറി. കഴുത്തിലെ കാഴ്ന്നിറങ്ങിയ പിശാചിന്റെ ഉളിപ്പല്ലുകളുടെ ആക്രമണത്തിനിടയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പാവത്തിനായില്ല. ഒരു ശബ്ദമുണ്ടാക്കാൻ പോലും ആ മനുഷ്യന് കഴിഞ്ഞില്ല. അയാളുടെ ശരീരം പിടഞ്ഞ് നിശ്ചലമായി. ആ ശരീരത്തിലെ ചോര മുഴുവനും മൂട്ടിക്കുടിച്ചതിന് ശേഷം മാത്രമാണ് ആ കറുത്ത രൂപം അയാളുടെ ദേഹത്ത് നിന്ന് മാറിയത്. തൊട്ടടുത്ത വീട്ടുമുറ്റത്ത് കിടന്നുറങ്ങുന്ന മറ്റൊരാൾക്ക് നേരെ ആ രൂപം നടന്നെടുത്തു. ആ മുറ്റത്ത് നിന്ന് തടിത്തോളിൽ തൂക്കിയ റാന്തലിന്റെ വെട്ടത്തിൽ ആ ഗ്രാമത്തിലെ വൃദ്ധയായ സ്ത്രീ ആ രൂപത്തെ വ്യക്തമായി തന്നെ കണ്ടു. കൊട്ടാരത്തിലെ കുതിരവണ്ടിക്കാരൻ. രുദ്രാണിയുടെ ഒപ്പം ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ കുതിരവണ്ടിയിൽ അയാളെ കണ്ടതായി ആ വൃദ്ധ ഓർത്തു. ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ ഉണർത്താൻ വൃദ്ധ തനിക്കാവും വിധം ഉച്ചത്തിൽ അലറി. ആ ശബ്ദം കേട്ട് അവരെല്ലാവരും ചാടി എണീറ്റു. പക്ഷേ പിശാച് ബാധിച്ച ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന പലരെയും കടിച്ചു മുറിവുണ്ടാക്കിയതിനു ശേഷം ഇരുട്ടിൽ എവിടെയോ മറഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ ഭയാനകമായ രൂപത്തിന്റെ കടിയേറ്റ എല്ലാവരും തന്നെ മാംസപൂജകളായ കാട്ടുമൃഗത്തെപ്പോലെ മറ്റുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീകൾ തലച്ച് കരഞ്ഞുകൊണ്ട് പുറത്തു ചാടി. അവരിൽ ചിലരുടെ കുട്ടികളെ കാണാതായിരിക്കുന്നു. പാതി ഭക്ഷിച്ച ശിശുക്കളുടെ മൃതശരീരം ചോര വറ്റി മുറ്റത്ത് നിന്ന് തന്നെ ചിലർ കണ്ടെത്തി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടുത്തവുമില്ലായിരുന്നു. തങ്ങളുടെ താമസസ്ഥലം സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ ഗ്രാമവാസികൾ കാവുങ്കൽ കൊട്ടാരം ലക്ഷ്യമാക്കി ഓടി. ആ ഓട്ടത്തിനിടയിൽ അവർ പല ഭീകരമായ കാഴ്ചകൾക്കും സാക്ഷിയാകേണ്ടി വന്നു. വഴിയോരത്ത് പല സ്ഥലത്തും മനുഷ്യന്മാർ തമ്മിൽ പോരടിക്കുകയും ഒരാൾ മറ്റൊരാളെ കൊന്നു തിന്നുന്ന കാഴ്ചയുമാണ് അവർ കണ്ടത്. ചോരയോട്ടമുള്ള പച്ചയായ ശരീരം കണ്ട് മുറിവേറ്റ ചിലർ അവർ കരിയിലേക്ക് ഓടിയെടുത്തു. അവരിൽ നിന്ന് രക്ഷപ്പെടാനായി പലരും പൊന്തക്കാട്ടിൽ ഒളിച്ചു. ചിലർ സ്വയം ജീവനൊടുക്കി. ഈ സമയത്ത് ചോര കുഞ്ഞുങ്ങളെയും മോഷ്ടിച്ചുകൊണ്ട് ഓടിയ ആ 4 സ്ത്രീകളെ നാട്ടുകാർ പിടിച്ചുവെച്ചു. പക്ഷേ ആ സ്ത്രീകളുടെ ബീഭത്സമായ രൂപം കണ്ട് അവരെല്ലാവരും തന്നെ കിടുകിടാൻ വിളിച്ചു. കറുകറുത്തവരുടെ ശരീരത്തിൽ നിറയെ പൊട്ടിയളിഞ്ഞ വ്രണങ്ങളായിരുന്നു. നാവ് പോലും അഴുകി ജീർണിച്ചിരുന്നു. അവരുടെ കൂർത്ത കോമ്പല്ലുകളിൽ ചോരക്കറ പുരണ്ടിരുന്നു.
ജടപിടിച്ച നീണ്ട മുടി നിലത്തിരയുകയായിരുന്നു. തുറച്ച കനൽ കണ്ണുകളുടെ തിളക്കം കണ്ട് നാട്ടുകാരിൽ പലരും ഭയന്ന് ബോധമിട്ട് വീണു. മോഷ്ടിച്ച ശിശുക്കളെയും കയ്യിലെടുത്തുകൊണ്ട് ആ 4 സ്ത്രീകളും ദൈത്യനഗരിയിലേക്ക് പാഞ്ഞു. അവരുടെ പിന്നാലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ അമ്മമാരും ഓടി. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ നാടിനെ നടുക്കിയ സംഭവങ്ങളൊക്കെയും കാവുങ്കൽ കൊട്ടാരത്തിലുള്ളവർ അറിഞ്ഞു. പക്ഷേ നരപൂജകളായി മാറിയ നാട്ടുകാരിൽ ചിലരോട് പോരാടാൻ സൈനികർ ഭയന്നു. രുദ്രാണിയുടെ തോഴിമാരായ 4 സ്ത്രീകളും ദൈത്യനഗരിയിലെ മലനിരകൾക്കരിയിലെത്തി. തങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെട്ട ആ അമ്മമാർക്ക് പിശാചിനികളെ പിന്തുടർന്ന് ദൈത്യനഗരിയിൽ എത്തിച്ചേരാനായില്ല. അതിനു മുമ്പ് തന്നെ അവരെല്ലാവരും നരപൂജകൾക്ക് ഭക്ഷണമായി തീർന്നിരുന്നു. മലനിരകൾക്ക് എതിർവശത്തുള്ള വലിയ കിണറിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് രുദ്രാണി ചില മന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു. അവൾക്ക് അവളുടെ മേലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ദൈത്യനഗരിയിൽ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ദുരാത്മാക്കളുടെ പിടിയിലായിരുന്നു അവളുടെ മനസ്സും ശരീരവും. തോഴിമാർ കൊണ്ടുവന്ന ശിശുക്കളെ രുദ്രാണി ദൈത്യകുലത്തിന്റെ ആരാധനമൂർത്തിയായ പിശാചിന് ബലിയായി സമർപ്പിച്ചു. അടക്കാനാവാത്ത വിശപ്പും ദാഹവും ഉണ്ടായിരുന്ന ആ പൈശാചിക ശക്തി ആർത്തിയോടെ രുദ്രപാനം ചെയ്തു. മലനിരകൾക്കടുത്തുള്ള ആ കിണറ്റിൽ നിന്ന് കൂവിയാർത്തുകൊണ്ട് നിരവധി നിഴൽ രൂപങ്ങൾ രുദ്രാണിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ബലികർമ്മങ്ങൾ കണ്ടുനിന്ന തോഴിമാർ പിശാചുക്കളുടെ വരവ് കണ്ട് കുരവയിട്ടു. അവരുടെ കുരവ മലനിരകളിൽ തട്ടി വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു. ദൈത്യനഗരുടെ തമ്പുരാനായ ബാലികേശിന്റെ ദുരാത്മാവ് രുദ്രാണിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതോടെ അവൾ ബലിയർപ്പിച്ച ശിശുക്കളുടെ ശരീരം കടിച്ചു കീറി ഭക്ഷിച്ചു. കാവുങ്കൽ ദേശം ചോരയിൽ മുങ്ങി. എങ്ങും മാംസപൂജകളായി മാറിയ ആൾക്കാരുടെ അലർച്ചയും അവർക്കിരയായി മാറിയവരുടെ ദീനരോധനങ്ങളും മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ചോര പറ്റിയ ജഡങ്ങളെ കണ്ട് കഴുകന്മാരുടെ കൂട്ടങ്ങൾ കാവുങ്കൽ ദേശത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ ആരംഭിച്ചു. ഈ സമയം മയക്കം വിട്ടുണർന്ന ആദിത്യവർമ്മ തന്റെ ദേശത്ത് നടന്നുകൊണ്ടിരുന്ന ഭയാനകമായ കാര്യങ്ങൾ കേട്ട് നടുക്കുന്നുണ്ട്. അദ്ദേഹം മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി. വലിയ മതിൽക്കെട്ടിനപ്പുറം മുറിവേറ്റ മനുഷ്യർ മാംസപൂജകളായി അലഞ്ഞു നടക്കുകയാണ്. അവരെ എങ്ങനെ നേരിടും? സമയം കടന്നു പോകുന്തോറും കൂടുതൽ പേർ ഈ വിധം രക്തപാനികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും ആശ്വാസമായി രാജഗുരുവും ശിഷ്യന്മാരും അവിടെ എത്തി. കുതിരവണ്ടിയിൽ വന്നിറങ്ങിയ അദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രായമുള്ള മറ്റൊരാളും ഉണ്ടായിരുന്നു. വെള്ളി നൂലുകൾ പോലെ തിളങ്ങിയ നീണ്ട താടിരോമങ്ങൾ ഉണ്ടായിരുന്ന തേജസ്സുറ്റ ആ മുഖത്തിനുടമ മഹാഗുരു അഘോരാനന്ദായിരുന്നു. ഇദ്ദേഹം എന്റെ ഗുരുവാണ്. കാവുങ്കൽ ദേശത്തുള്ള ഈ മഹാവിപത്തിനെ പറ്റി ഞാൻ ഇദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ വിപത്തിനെ തടയുവാൻ ഞാൻ വശത്താക്കിയ മന്ത്രതന്ത്ര സിദ്ധികൾക്ക് ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. അതിനാലാണ് മഹാഗുരു അഘോരാനന്ദിനെ ഞാൻ ഒപ്പം കൂട്ടിയത്. ആദിത്യവർമ്മ തമ്പുരാൻ അഘോരാനന്ദിന്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചു. മഹാഗുരു, എന്റെ ദേശത്തിനെ ഈ മാംസപൂജകളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാൻ എങ്ങനെ കഴിയും? പരിഹാരമില്ലാത്ത പ്രശ്നമില്ല മകനെ. ഈ കറുത്ത ശക്തികളെ നേരിടുവാൻ നാം നിർഭയം തയ്യാറാകണം. കൊച്ചുതമ്പുരാന്റെ പത്നി രുദ്രാണി ഒരു കൂട്ടം പിശാചുക്കളുടെ പിടിയിലാണ്. ജന്മം കൊണ്ട് രുദ്രാണി ദൈത്യകുലത്തിൽ പിറന്നവളാണെങ്കിലും അവളുടെ മനസ്സിൽ നന്മയുണ്ട്. ആദ്യം കൊച്ചുതമ്പുരാട്ടി ആ പിശാചുക്കളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണം. കഴിഞ്ഞുപോയ ആ യുദ്ധസമയത്ത് രാജഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ദൈത്യനഗരിയിൽ മരിച്ചു വീണവരുടെ ജനങ്ങൾ മലനിരകൾക്കടുത്തുള്ള കിണറിലും ആ പരിസരത്തുമായിട്ടാണല്ലോ അടക്കം ചെയ്തിരുന്നത്. ആ ദേശത്തുള്ളവർ പിശാചിന്റെ ആരാധകന്മാരായതുകൊണ്ടാണ് അവർ മാംസകുതിയന്മാരായി തീർന്നത് തന്നെ. യുദ്ധത്തിൽ അവരുടെ കഴുത്തരിഞ്ഞു വീഴ്ത്തി അവരെ കൊന്നു തള്ളിയെങ്കിലും അവരുടെ ദുരാത്മാക്കൾ ആ മലനിരകളിൽ അലഞ്ഞു നടക്കുന്നുണ്ട്. മാത്രവുമല്ല, യുദ്ധം കഴിഞ്ഞ് അവശേഷിച്ച ദൈത്യകുലത്തിലുള്ളവരെ അവിടെയുള്ള കൽത്തൂണിൽ ബന്ധിച്ച് കഴുത്തറുത്താണല്ലോ കൊച്ചുതമ്പുരാൻ കൊന്നു തള്ളിയത്. എങ്ങനെയോ രുദ്രാണി അവിടെ ചെന്നെത്തി. തമ്പുരാട്ടിയുടെ കരസ്പർശനമേറ്റ നിമിഷം തന്നെ മാന്ത്രിക ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് കിണറിനുള്ളിൽ തളച്ചിരുന്ന പിശാചുക്കൾ മോചിതരായി. ആ സമയം മന്ത്രി രാജസേനനും സൈനികരും കൊച്ചുതമ്പുരാന്റെ മുന്നിലെത്തി ഒരു കാര്യം അറിയിച്ചു. തമ്പുരാനെ, കൊട്ടാരത്തിലെ ആ കുതിരക്കാരനെ ബന്ധിച്ച് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവനാണ് പാറാവുകാരെയും കുതിരകളെയും ആക്രമിച്ചത്. ആ കുതിരക്കാരൻ തീർത്തും ഒരു മനുഷ്യ പിശാചായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവന്റെ ആക്രമണത്തിൽ സൈനികരിൽ ചിലർക്ക് മുറിവേറ്റിട്ടുണ്ട്. അധിക സമയം കഴിയാതെ അവരും മനുഷ്യ പിശാചുക്കളായി മാറും.
അത് കേട്ടതും ആദിത്യവർമ്മ തന്റെ വെള്ളിവാളും കയ്യിലേന്തി കൊട്ടാരമുറ്റത്തേക്ക് ചെന്നു. പിന്നാലെ മഹാഗുരുവും ശിഷ്യന്മാരും അവിടേക്കെത്തി. ആ കുതിരക്കാരന്റെ കൈകാലുകൾ ബന്ധിച്ച് കൊട്ടാരമുറ്റത്ത് വലിയൊരു തൂണിൽ ചേർത്ത് കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു വന്യമൃഗത്തെ പോലെ ആദിത്യവർമ്മയെ നോക്കി മുരണ്ടു. അപ്പോഴും അയാളുടെ നോട്ടം അവിടെ നിന്നവരുടെ കഴുത്തിലെ ഞരമ്പുകളിലേക്കായിരുന്നു. കൊച്ചുതമ്പുരാൻ എത്ര ചോദിച്ചിട്ടും രുദ്രാണിയെയോ തോഴിമാരെയോ കുറിച്ചുള്ള ഒരു വിവരവും അവൻ പറഞ്ഞില്ല. ദേഷ്യം വന്ന തമ്പുരാൻ ഒറ്റ വെട്ടിന് ആ കുതിരക്കാരന്റെ തലയറുത്തു. വെള്ളിവാൾ അയാളുടെ കഴുത്തിലേറ്റ നിമിഷം തന്നെ ഉടലിൽ നിന്ന് വേർപെട്ടു പോയ അയാളുടെ ശിരസ് നിലത്ത് കിടന്നുരുണ്ടു. ആ കുതിരക്കാരന്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ സൈനികർ സ്വയം ജീവനൊടുക്കി. ആ ദാരുണമായ ദൃശ്യം കണ്ട് ഭാനുമതി തമ്പുരാട്ടി കണ്ണുകുത്തിക്കരഞ്ഞു. മഹാഗുരു അഘോരാനന്ദന്റെ നിർദ്ദേശപ്രകാരം രാജഗുരു കൊട്ടാരത്തിനു ചുറ്റും ഒരു മാന്ത്രിക വലയം തീർത്തു. കൂടാതെ കാവുങ്കൽ കൊട്ടാരത്തിന്റെ 4 ദിക്കുകളിലും 4 തീക്കൂണുകൾ ഉയർന്നു. മഞ്ഞളും ഭസ്മവും കൊണ്ട് വരച്ച ആ മാന്ത്രിക വലയം ചൂണ്ടിക്കാണിച്ച് മഹാഗുരു പറഞ്ഞു, ഈ വലയം നരപൂജകളിൽ നിന്ന് കൊട്ടാരത്തുള്ളവരെ രക്ഷിക്കും. ഈ തീക്കൂണിയിൽ നിന്നുയരുന്ന ധൂമത്താൽ രക്തപാനികളായി മാറിയ നാട്ടുകാർ മയങ്ങി വീഴും. അതുകൊണ്ട് ഈ ഒരു പകൽ മുഴുവനും അവരുടെ ആക്രമണം ഉണ്ടാവുകയില്ല. പക്ഷേ ഈ സമയത്തിനുള്ളിൽ തന്നെ രുദ്രാണിയെയും ആ 4 തോഴിമാരെയും കണ്ടെത്തണം. പിശാചുകൾ താണ്ഡവമാടുന്ന ഈ കാവുങ്കൽ ദേശത്തെയും ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഇവിടുത്തെ മനുഷ്യഗണത്തെയും രക്ഷിക്കുവാൻ വേതാളരുദ്രനെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിക്കണം. വേതാളരുദ്രൻ ഈ നാട് കാക്കും. കൊച്ചുതമ്പുരാൻ ആദിത്യവർമ്മയുടെ സംശയം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മഹാഗുരു അഘോരാനന്ദ് പറഞ്ഞു, ഒരിക്കൽ ശിവഭഗവാന്റെ മുഖ്യ ദ്വാരപാലകനായ ഭൈരവൻ ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് കാരണം അദ്ദേഹത്തിന് ദേവി പാർവതിയുടെ ശാപം കിട്ടി. നീ വേതാളമായി മാറുമെന്ന ദേവിയുടെ ശാപത്താൽ ഭൈരവൻ വേതാളമായി മാറി. ആ വേതാളത്തെയാണ് വേതാളരുദ്രൻ എന്നറിയപ്പെടുന്നത്. വേതാളരുദ്രന്റെ ഒരു മൂർത്തി ഉണ്ടാക്കണം. നാളെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ കാവുങ്കൽ ദേശത്തിന്റെ അതിരിന് ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്ത് വേതാളമൂർത്തിയെ സ്ഥാപിക്കണം. അവിടേക്ക് രുദ്രാണിയെയും സഹിമാരെയും എത്തിച്ച് മന്ത്രതന്ത്രങ്ങളാൽ പിശാചുക്കളുടെ പിടിയിൽ നിന്ന് അവരെ മോചിപ്പിക്കണം. വേതാളരുദ്രന്റെ അനുഗ്രഹത്താൽ എല്ലാം ശുഭമായി നടക്കും. കാവുങ്കൽ കൊട്ടാരത്തിന്റെ 4 ദിക്കിലും സ്ഥാപിച്ച തീക്കൂണിയിൽ നിന്ന് ധൂമവലയങ്ങൾ ഉയർന്നു. മന്ത്രോച്ചാരണത്തോടെ മഹാഗുരു അഘോരാനന്ദ് അതിൽ അമൃതവള്ളികളും നവധാന്യങ്ങളും അർപ്പിച്ചു. കർപ്പൂരക്കൂട്ടങ്ങൾ അഗ്നിയിൽ സമർപ്പിച്ചതോടെ അഗ്നികുമ്പാരത്തിലെ ജ്വാലകൾ ആളിക്കത്തി. കട്ടികൂടിയ വെളുത്ത ധൂമം വീശിയടിച്ച കാട്ടിലേക്ക് അലിഞ്ഞു ചേർന്നതോടെ അടങ്ങാത്ത വിശപ്പും ദാഹവുമായി ഓടി നടന്ന മനുഷ്യപിശാചുക്കൾ കൂട്ടം കൂട്ടമായി മയങ്ങി വീഴുവാൻ തുടങ്ങി. അതുവരെ ഭീകരമായ അലർച്ചയും ഊക്കിവിളികളും ഉയർന്നു കേട്ടുകൊണ്ടിരുന്ന ആ പരിസരം മെല്ലെ മെല്ലെ ശാന്തമായി. മഹാഗുരുവും ശിഷ്യന്മാരും ചേർന്ന് ചന്ദ്രഗിരിപ്പുഴയിലെ ചെളിമണ്ണ് കൊണ്ട് വലിയൊരു വേതാളമൂർത്തിയെ ഉണ്ടാക്കി. ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ആ മൂർത്തി ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചേ മതിയാകും. മഹാഗുരു അഘോരാനന്ദം കൂട്ടരും വേതാളമൂർത്തിയുമായി ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്തേക്ക് പുറപ്പെട്ടു. ഭാനുമതി തമ്പുരാട്ടിയും പരിവാരങ്ങളും അവരെ അനുഗമിച്ചു. കൊച്ചുതമ്പുരാനും മന്ത്രി രാജസേനും ദൈത്യനഗരിയിലേക്ക് യാത്രയായി. തമ്പുരാനെ, നേരം കിട്ടുന്നതിന് മുമ്പ് തന്നെ തമ്പുരാട്ടി രുദ്രാണിയെയും സഹിമാരെയും കണ്ടെത്തി വേതാള സ്വാമിയുടെ മുന്നിൽ എത്തിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ കാവുങ്കൽ ദേശം നശിയും. മന്ത്രി സമാധാനമായിരിക്കും. ഇരുട്ട് വീഴുന്നതിന് മുമ്പേ ഞാനവരെ കണ്ടെത്തിയിരിക്കും. ഇരുവരും പിന്നിട്ട വഴിയിലുടനീളം നിരവധി മനുഷ്യർ മുറിവേറ്റും മയങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ ചിലർക്ക് കൈകാലുകൾ നഷ്ടപ്പെട്ടിരുന്നു. ചിലർക്കാകട്ടെ ശരീരഭാഗത്തെ മാംസം വലിയൊരളവിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഹൃദയഭേദകമായ ആ കാഴ്ച കണ്ട് രാജസേനൻ വല്ലാതെയായി. ആദിത്യനാകട്ടെ അതെല്ലാം കണ്ടപ്പോൾ യുദ്ധഭൂമിയിലെ കാഴ്ചകൾ ഓർമ്മ വന്നു. വാരിയെല്ലുകൾ വരെയും പുറത്തേക്ക് കാണാവുന്ന രീതിയിലായിരുന്നു ചിലരുടെ കിടപ്പ്. ചുടുചോരയുടെ മനം മടുപ്പിക്കുന്ന രൂക്ഷഗന്ധം അവിടുത്തെ കാറ്റിനുണ്ടായിരുന്നു. കൽപ്പാലം കടന്ന് തമ്പുരാനും മന്ത്രിയും ദൈത്യനഗരിയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേ രുദ്രാണിയുടെ ഉച്ചത്തിലുള്ള മന്ത്രധ്വനികൾ ആ മലനിരകളിൽ നിന്നും മുഴങ്ങിക്കേട്ടു. ദൈത്യനഗരുടെ മണ്ണിൽ ആദിത്യവർമ്മയുടെ പാദസ്പർശനം ഏറ്റതോടെ ഗൂഢതന്ത്രങ്ങളിൽ മുഴുകിയിരുന്ന കൊച്ചുതമ്പുരാട്ടി രുദ്രാണി അതറിഞ്ഞു. മന്ത്രോച്ചാരണം തൽക്കാലം നിർത്തി അവൾ ഉറക്കെ ചിരിച്ചു. അവളുടെ ആ ചിരിശബ്ദം മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ദൈത്യകുലത്തിന്റെ മുഖ്യശത്രുവിനെ തിരഞ്ഞു നടക്കേണ്ടി വന്നില്ല. ആ ശത്രു സ്വയം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ 4 പേരും
ബലി നൽകിയ ഈ ശിശുക്കളുടെ ശരീരം ഭക്ഷിച്ചോളൂ. ഞാൻ എന്റെ വേട്ട ഈ വരുന്ന ക്ഷത്രിയന്റെ രക്തം കുടിച്ച് ആരംഭിക്കും. ദൈത്യകുലം മുടിച്ച കാവുങ്കൽ ദേശത്തെ കൊച്ചു തമ്പുരാൻ ആദിത്യവർമ്മയുടെ ചോരയും മാംസവും എനിക്കുള്ളതാണ്. രുദ്രാണിയുടെ വാക്കുകൾ കേട്ട് 4 സഖിമാരും പറഞ്ഞു, അടങ്ങാത്ത ഈ വിശപ്പും ദാഹവും ഞങ്ങളെ തളർത്തുകയാണ്. അങ്ങയുടെ അനുവാദം കിട്ടിയെന്നാൽ തമ്പുരാനൊപ്പം വരുന്ന മന്ത്രി രാജസേനന്റെ ശരീരം ഞങ്ങൾ ഭക്ഷണമാക്കും. ദൈത്യകുലത്തിന്റെ തമ്പുരാനായ ബാലികേശവനോടായിരുന്നു ആ 4 പേരും അപ്പോൾ സംസാരിച്ചത്. രുദ്രാണിയുടെ മധുരശബ്ദത്തിന് പകരം ആ മലനിരകളിൽ മുഴങ്ങിക്കേട്ടതും ബാലികേശന്റെ ശബ്ദമായിരുന്നു. ഏറെ വൈകാതെ തന്നെ തമ്പുരാനും മന്ത്രിയും മലനിരകൾക്കടുത്തുള്ള വലിയ കിണന്നരിയിലെത്തി. അവിടുത്തെ കാഴ്ച കണ്ട് ഇരുവരും നടുക്കമുണ്ടു. മനുഷ്യ തലയോട്ടികളുടെ വലിയൊരു കൂമ്പാരത്തിന് മുന്നിൽ ചമ്രം പൊഴിഞ്ഞിരിക്കുന്ന രുദ്രാണി. അവളുടെ അരികിൽ തന്നെ ആ 4 സഖിമാരുമുണ്ട്. തലയോട്ടി കൂമ്പാരത്തിന് മുന്നിലുള്ള വലിയൊരു പാറക്കല്ല് ചോരയിലാകെ നനഞ്ഞിരിക്കുന്നു. ആ പരന്ന പാറക്കല്ലിന് സമീപത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതശരീരം തലചതഞ്ഞ രീതിയിൽ കിടപ്പുണ്ടായിരുന്നു. അതുകൂടാതെ വലിയ വാവട്ടമുള്ള ആ 6 പഴഞ്ചൻ കിണറിനടുത്ത് കൂർത്തും നീളമുള്ള ഒരു ഇരുമ്പ് കമ്പിയിൽ ഒരു ചോരക്കുഞ്ഞിനെ കുത്തി നിർത്തിയിരുന്നു. അതിന്റെ ഉദരം തുളച്ച് മുതുകിന് മുകളിലൂടെ കൂർത്ത കമ്പിയുടെ അഗ്രം പുറത്തു വന്നിരുന്നു. ആ കമ്പിയിലൂടെ ഒളിച്ചിറങ്ങിയ കുഞ്ഞിന്റെ ചോര കിണറിനുള്ളിലേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ ദാരുണ ദൃശ്യം കണ്ട് ആദിത്യവർമ്മയുടെ കണ്ണു നിറഞ്ഞു. ഏറ്റവും ഹൃദയഭേദകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കമ്പിയിൽ കൂർത്തിട്ടിരുന്ന കുഞ്ഞിന്റെ പിഞ്ചു കൈകാലുകൾ അപ്പോഴും ചെറുതായി അനങ്ങുന്നുണ്ടായിരുന്നു. കിണറിനുള്ളിലേക്ക് ഒഴുകിയിറങ്ങിയ ചോരത്തുള്ളികൾ നക്കി തുടച്ചുകൊണ്ട് അഴുകി അളിഞ്ഞ ചുവന്ന നീളൻ നാവുകൾ ആ സമയം ദൃശ്യമായി. ആ നീളൻ നാവുകളുടെ ഉടമയെ കണ്ടതും ഇരുവരും ഭയന്ന് പിന്നോട്ട് ചുവടുകൾ വെച്ചു. കറുത്തുയരമുള്ള മനുഷ്യരൂപങ്ങൾ. അവരുടെ കണ്ണുകൾ ചുവന്ന് തിളങ്ങി പുറത്തെ കുന്തിയിരുന്നു. രക്തപാനത്തിന് ശേഷം അവ കിണറിന്റെ മുകളിലേക്ക് പറന്നു പൊങ്ങി രുദ്രാണിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അതോടെ രുദ്രാണി കൂടുതൽ ശക്തി നേടി. അതിനോടൊപ്പം തന്നെ അവളുടെ വിശപ്പും ദാഹവും 10 മടങ്ങ് വർദ്ധിച്ചു. ഒരാഴ്ചയോടെ രുദ്രാണി തമ്പുരാൻ ആദിത്യവർമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. ആരെയും ആകർഷിക്കുന്ന രുദ്രാണിയുടെ വെളുത്തുതൂർത്ത മുഖം അപ്പോൾ ആകെ ചുവന്നിരുന്നു. അവൾ ഉടുത്തിരുന്ന കറുകറുത്ത ചേലയിൽ മാംസത്തുണ്ടുകൾ പറ്റിപ്പിടിച്ചിരുന്നു. എനിക്ക് മരണമില്ല ആദിത്യ. ശരീരം നഷ്ടപ്പെട്ടെങ്കിൽ എന്താ, അതീവ ശക്തിശാലിയായി ഞാനിതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. രുദ്രാണിയുടെ സ്ഥാനത്ത് ദൈത്യനഗരിയുടെ തലവനായ ബാലികേശൻ വന്നു നിൽക്കുന്നത് പോലെയാണ് ആദിത്യവർമ്മയ്ക്ക് തോന്നിയത്. ആ ശബ്ദം പോലും ബാലികേശന്റേതായിരുന്നു. രുദ്രാണിയുടെ കൂർത്തു നീണ്ട കൈനഖങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ആദിത്യൻ ഉറക്കെ പറഞ്ഞു, നീ നിന്റെ മകളുടെ ശരീരത്തെയാണ് എന്നെ നേരിടാനുള്ള ആയുധമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്വന്തം പുത്രിയെ ഇങ്ങനെ ഒരു പിശാചിനിയാക്കി മാറ്റി എന്റെ നേർക്ക് തിരിച്ചിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി നിനക്ക് സ്വന്തം മകളോട് പോലും ഒരു തരി സ്നേഹമില്ലെന്ന്. ആദിത്യവർമ്മയുടെ വാക്കുകൾ കേട്ട് രുദ്രാണി ഒന്ന് നിന്നു. തലയൊന്ന് കുടഞ്ഞു. പിന്നീട് വളരെ താഴ്ന്ന സ്വരത്തിൽ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, എന്നെ ഈ പിശാചുക്കളുടെ പിടിയിൽ നിന്ന് ഒന്ന് രക്ഷിക്കും. ഞാൻ അങ്ങയെ പ്രാണനേക്കാളും സ്നേഹിക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ ഈരനായ അവളുടെ കണ്ണുകൾ ചുവന്നു തിളങ്ങി. ഇത്തവണ കേട്ട ശബ്ദം ബാലകേശവന്റേതല്ലായിരുന്നു, മറിച്ച് രുദ്രാണിയുടെ വേദന നിറഞ്ഞ ദുർബലമായ ശബ്ദമായിരുന്നു. പൈശാചിക ശക്തികൾ രുദ്രാണിയെ കീഴടക്കിയിട്ടും ഒരു നിമിഷത്തേക്ക് അവൾക്ക് അവളാകാൻ കഴിഞ്ഞു. പൊടുന്നനെ ദൈത്യനഗരിയിലെ ആകാശം ഇരുണ്ട് കറുത്തു. പാറയിടുക്കുകളിൽ നിന്നും കിണറിനുള്ളിൽ നിന്നും കൂട്ടം കൂട്ടമായി ഭയപ്പെടുത്തുന്ന കറുത്ത നിഴൽരൂപങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. പിശാചുക്കളുടെ ആ കൂട്ടത്തെ കണ്ട് രുദ്രാണിയുടെ സഖിമാർ കുരവയിട്ട് കൂക്കി വിളിച്ചു. മലനിരകൾക്ക് ചുറ്റുമുള്ള വനത്തിൽ നിന്ന് കഴുകന്മാർ ഒച്ചവെച്ച് ചിലച്ചുകൊണ്ട് ആ ഭാഗത്തായി വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. എല്ലാം മറന്ന രുദ്രാണി നീലൻ നാവ് പുറത്തേക്ക് നീട്ടി മുരണ്ടുകൊണ്ട് ആദിത്യന് നേർക്കടുത്തു. തമ്പുരാന്റെ കഴുത്തിലെ ഇഴഞ്ഞു നിന്ന പച്ചനിറമുള്ള ഞരമ്പുകളിലേക്ക് അവൾ ആർത്തിയോടെ നോക്കി. ദാഹം, അടക്കാനാവാത്ത ദാഹം. കണ്ണുകളിൽ കേട്ട് കയറുന്ന വിധം ആ ദാഹം രുദ്രാണിയെ ബാധിച്ചിരുന്നു. തന്റെ ആളിക്കത്തുന്ന വിശപ്പ് കൊച്ചു തമ്പുരാന്റെ തുടിക്കുന്ന ഹൃദയത്തിന് മാത്രമേ ശാന്തമാക്കുവാൻ കഴിയൂ എന്ന് അവൾ മനസ്സിലാക്കി.
ചെന്നായ കൂട്ടങ്ങളെപ്പോലെ രുദ്രാണിയുടെ സഖിമാർ മന്ത്രി രാജസേനെ വളഞ്ഞു. അതിലൊരാൾ അദ്ദേഹത്തിന്റെ മേലേക്ക് ചാടി വീഴുകയും ചെയ്തു. പക്ഷേ രാജസേനൻ ഭയന്ന് പിന്നോട്ട് ഓടിയില്ല. മഹാഗുരു അഘോരാനന്ദ് കൊടുത്തയച്ച മഞ്ഞളും വിഭൂതിയും കലർന്നൊരു മിശ്രിതം തുണിസഞ്ചിയിൽ നിന്ന് വാരിയെടുത്ത് അദ്ദേഹം പാഞ്ഞു വന്ന തോഴിയുടെ നേർക്കെറിഞ്ഞു. മന്ത്രങ്ങളോതിയ ഭസ്മക്കൂട്ട് ദേഹത്തേക്ക് വീണതും തോഴിയുടെ ശരീരം ചുട്ടും നീളാൻ തുടങ്ങി. അതോടെ ശരീരമാകെ വ്രണങ്ങളുമായി അവൾ നിലത്തേക്ക് വീണു. ആ കാഴ്ച കണ്ട് ക്രോധമടക്കാനാവാതെ രുദ്രാണി ആദിത്യന്റെ കഴുത്തിന് മുകളിലേക്ക് ചാടി വീണു. അദ്ദേഹത്തിന്റെ തോളിൽ ഇടുപ്പുറപ്പിച്ച് രുദ്രാണി ആകാശത്തേക്ക് നോക്കി ഉറക്കിയാളാടി. കൊച്ചുതമ്പുരാന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവൾ ഉച്ചത്തിൽ കുരവയിട്ടു. ആ കുരവയിടയിൽ കേട്ട് അവിടെയുണ്ടായിരുന്ന പിശാചിൻ കൂട്ടം ആദിത്യനരികിലേക്ക് പാഞ്ഞു വന്നു. തോളിൽ കയറിയിരുന്ന രുദ്രാണിയുടെ നേർക്ക് വെള്ളി വാളുങ്ങാൻ ആദിത്യവർമ്മയ്ക്ക് സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ പാഞ്ഞെടുത്ത പിശാചിന്റെ കൂട്ടത്തെ മന്ത്രശക്തിയുള്ള ഭസ്മക്കൂട്ട് കൊണ്ട് നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദൈത്യനഗരുടെ മുകളിൽ ഉരുണ്ടുകൂടിയ കരിമേഘങ്ങൾ വീശിയടിച്ച കാറ്റിൽ ചന്തകുറിപ്പുഴ കടന്ന് കാവുങ്കൽ ദേശത്തേക്ക് നീങ്ങി. നടുക്കം കുളിക്കുന്ന ഇടിനാഥനോടൊപ്പം അത്രയും നാൾ പെയ്യാതെ നിന്ന മഴ ആർത്തലച്ച് പെയ്തു തുടങ്ങി. ഉണങ്ങി വേണ്ട മണ്ണിലേക്ക് വീണ ജലഗണങ്ങളാൽ മണ്ണിന്റെ ഗന്ധം ഉയർന്നു. തുള്ളി കുരുവിടമായി പെയ്ത ആ മഴയിൽ കാവുങ്കൽ കൊട്ടാരത്തിന് ചുറ്റും തീർത്ത മാന്ത്രിക വലയം ഒലിച്ചുപോയി. തീക്കൂണിയിൽ നിന്ന് പറന്നുയർന്ന ധൂമവലയങ്ങൾ നിലച്ചു. അതോടെ മയങ്ങിക്കിടന്ന മനുഷ്യപിശാചുകൾ ഉറക്കം വിട്ടുണർന്നു. ആ സമയം ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്ത് മഹാഗുരു അഘോരാനന്ദിന്റെ മേൽനോട്ടത്തിൽ വലിയൊരു യാഗം നടന്നു. കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ വേതാള മൂർത്തിയിലേക്ക് വേതാളരുടെ ദൈവിക ചൈതന്യം കൊണ്ടുവരാനായി മഹാഗുരു മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്ന ആ മന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും നിർത്താതെ ചൊല്ലി. പേമാരി പെയ്തിറങ്ങിയപ്പോഴും മഹാഗുരു യാഗം തുടർന്നുകൊണ്ടിരുന്നു. ആർത്തലച്ച് പെയ്യുന്ന ആ മഴയെ നോക്കി എല്ലാവരും ആനന്ദിക്കേണ്ടതാണ്. എന്തെന്നാൽ മാസങ്ങളായി മഴ പെയ്യാതെ കാവുങ്കൽ ദേശത്തിലെ മണ്ണ് ഉണങ്ങി വരണ്ടു പോയിരുന്നു. പക്ഷേ ആ സമയം ആകസ്മികമായിട്ടുണ്ടായ മഴയേറ്റ് കൊട്ടാരത്തിന് ചുറ്റും തീർത്ത മാന്ത്രിക വലയവും തീക്കൂണിയും നശിച്ചു പോയിരിക്കുമെന്ന ഓർമ്മയിൽ യാഗഭൂമിയിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ വല്ലാതെ പേടിച്ചു. അത്രയും സമയം വരെ മയങ്ങിക്കിടന്ന മനുഷ്യപിശാചുക്കൾ എല്ലാവരും തന്നെ പൂർവാധികം ശക്തിയോടെ ഉണർന്നിട്ടുണ്ടാകും. അവരെല്ലാം രക്തത്തിനും മാംസത്തിനുമായി മറ്റുള്ളവരെ കടിച്ചു പോയി കൊല്ലുന്നുണ്ടായിരിക്കും. ഇനി ഏറെ താമസിയാൽ തന്നെ ആ രാക്ഷസക്കൂട്ടങ്ങൾ ഇവിടേക്കും എത്തും. അവരുടെ ഇരയാകുന്നതിനേക്കാളും നല്ലത് സ്വയം ജീവനെടുക്കുന്നതായിരിക്കും. വേതാളമൂർത്തിയുടെ മുന്നിൽ കൈതൊഴുത്തുകൊണ്ടിരുന്ന ഭാനുമതി തമ്പുരാട്ടി നിറ കണ്ണുകളോടെ ഓർത്തു. ആ സമയം എല്ലാവരെയും നടുക്കം പൊളിച്ചുകൊണ്ട് ആകാശത്ത് ഒരു വെള്ളി കിട്ടി. മിന്നക്കുടകൾ മാണിക്ക് വെള്ളിലേക്ക് വീഴ്ത്തി. മഹാഗുരു അഘോരാനന്ദിന്റെ മന്ത്രധ്വനികൾക്ക് വേഗത കൂടിയപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വെള്ളിഗോളം മിന്നൽ പിണർ പോലെ പാഞ്ഞു നിന്ന് വേതാളമൂർത്തിയിലെ കലിഞ്ഞു ചേർന്നു. അതോടെ ആ മൂർത്തിയിൽ നിന്ന് അതിശക്തമായ കാന്തിക തരംഗങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങി. ഉണർന്നെണീറ്റ മനുഷ്യപിശാചുക്കൾ അടക്കാനാവാത്ത വിശപ്പോടെ പലരെയും കൊന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ആ അന്തരീക്ഷത്തിലുണ്ടായ കാന്തിക തരംഗങ്ങൾ ആ മാംസഭോജികളുടെ ശരീരത്തെ സ്പർശിച്ച് കടന്നുപോയതോടെ പിശാചു ബാധിച്ച മനുഷ്യക്കൂട്ടങ്ങൾ പ്രാർത്ഥനാദത്തോടെ നിലത്തേക്ക് പിടഞ്ഞു വീണു. ആ നേരം തന്റെ മനക്കണ്ണിലെ കാഴ്ചകളെല്ലാം കണ്ട മഹാഗുരു അഘോരാനന്ദ് പട്ടി പൊതിഞ്ഞ ഒരു വലമ്പിരി ശങ്കെടുത്ത് ഉച്ചത്തിലൂരി. ശങ്കുലി കേട്ടപാടെ നിലത്ത് വീണ മനുഷ്യപിശാചുക്കൾ എല്ലാവരും തന്നെ യാഗഭൂമിയിലേക്ക് നടന്നു. വികൃതവും ബീഭത്സവുമായ ആ രൂപങ്ങൾ കൂട്ടം കൂട്ടമായി യാഗഭൂമിയിലേക്ക് അടിവെച്ച് നടന്നു വരുന്നത് കണ്ട് രാജപരിവാരങ്ങൾ ഭയന്ന് കരഞ്ഞു. തുടർച്ചയായ ശങ്കുലികൾ അവിടെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. നടന്നെടുത്തുകൊണ്ടിരുന്ന രാക്ഷസക്കൂട്ടങ്ങൾ വളരെ ശാന്തരായാണ് അവിടേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നത്. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാഗുരു അഘോരാനന്ദ് ഭയഭക്തരായി അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞു, നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല.
ഇവരിപ്പോൾ അപകടകാരികളല്ല. വേതാളരുദ്രന്റെ ചൈതന്യം ഈ മൂർത്തിയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ മൂർത്തി മനുഷ്യഗണത്തെ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്ന് രക്ഷിക്കാനായി ഭൂമിയിൽ വന്ന് അവതരിച്ചതാണ്. ഈ മൂർത്തിയുടെ ചൈതന്യത്താൽ ഈ പിശാച് ബാധിച്ച മനുഷ്യർ ശാന്തരായിരിക്കുന്നു. അത് കേട്ടതോടെ യാഗഭൂമിയിൽ നിന്നവർക്ക് സമാധാനമായി. മഹാഗുരു മന്ത്രങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ പട്ടിൽ പൊതിഞ്ഞൊരു മൺകുടം കയ്യിലെടുത്തു. ശേഷം മറ്റൊരു ഊട്ടുമുന്തലി എന്ന ഗംഗാജലമെടുത്ത് അടുത്ത് വന്നുകൊണ്ടിരുന്ന മാംസപൂജകളുടെ മേലേക്ക് തളിച്ചു. ഗംഗാജലത്തിന്റെ തുള്ളികൾ മഴത്തുള്ളികളോടൊപ്പം അവരുടെ മേലേക്ക് വീണപ്പോൾ ആ മനുഷ്യരെ ഗ്രസിച്ചിരുന്ന പൈശാചിക ശക്തി കറുത്ത നിഴൽ പോലെ മേലേക്കുയർന്ന് മഹാഗുരുവിന്റെ കയ്യിലിരുന്ന പട്ടിൽ പൊതിഞ്ഞ കുടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു പ്രവൃത്തി ഏറെ നേരം തുടർന്നു പോന്നു. അവസാന നിഴൽ രൂപവും കുടത്തിലേക്ക് പ്രവേശിച്ചതോടെ ആ കുടം മന്ത്രച്ചരടുകളാൽ ബന്ധിച്ച് അദ്ദേഹം വേതാളസ്വാമിയുടെ പാദങ്ങൾക്കരിയിലേക്ക് വെച്ചു. ശേഷം രാജഗുരുവും ശിഷ്യന്മാരും ചേർന്ന് പിശാച് ബാധിച്ചിരുന്ന ആ മനുഷ്യരുടെ മുറിവിലേക്ക് മന്ത്രശക്തിയുള്ള ഭസ്മക്കൂട്ട് പുരട്ടി. അതോടെ മുറിവ് പറ്റിയ മനുഷ്യർക്കെല്ലാം ഏറെ ആശ്വാസം കിട്ടി. ഈ ഒരു സമയം വേതാളമൂർത്തിയിൽ നിന്നുണ്ടായ കാന്തിക തരംഗങ്ങൾ കാവുങ്കൽ ദേശവും കടന്ന് ദൈത്യ നഗരിയിലേക്ക് പ്രവേശിച്ചിരുന്നു. രുദ്രാണി അട്ടഹസിച്ചുകൊണ്ട് കൊച്ചുതമ്പുരാന്റെ തോളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴും പിശാചുക്കൾ അവളുടെ ശരീരത്തിൽ പിടിമുറുക്കിയിരുന്നെങ്കിലും അവളെ വെള്ളിവാളാൽ കഴുത്തറുത്ത് കൊല്ലാൻ ആദിത്യവർമ്മയ്ക്ക് തോന്നിയില്ല. വേതാളമൂർത്തിയിൽ നിന്നുണ്ടായ അതീവ ശക്തിയേറിയ ആ കാന്തിക തരംഗങ്ങൾ രുദ്രാണിയുടെ ശരീരത്തിൽ കൂടി കടന്നുപോയതോടെ വലിയൊരലർച്ചയോടെ രുദ്രാണി കൊച്ചുതമ്പുരാന്റെ ചുമൽ നിന്ന് താഴേക്ക് മലന്നടിച്ചു വീണു. നിലത്ത് വീണ രുദ്രാണിയുടെ കണ്ണിലെ കനൽത്തിളക്കം അപ്പോഴും മാഞ്ഞില്ല. മറ്റൊരു നിർവാഹമില്ലാത്തതിനാൽ കൊച്ചുതമ്പുരാൻ ആദിത്യവർമ്മ രുദ്രാണിയുടെ കൈത്തണ്ടയിൽ തന്റെ വെള്ളിവാളാൽ ഒരു മുറിവുണ്ടാക്കി. വെള്ളിവാളിന്റെ സ്പർശനമേറ്റ നിമിഷം തന്നെ രുദ്രാണി ബോധമറ്റു വീണു. പിന്നെ ഒട്ടും സമയം കളയാതെ തന്നെ ആദിത്യവർമ്മയും മന്ത്രി രാജസേനനും ചേർന്ന് കൊച്ചുതമ്പുരാട്ടിയുടെയും തോഴിമാരുടെയും അനക്കമില്ലാത്ത ശരീരങ്ങൾ കുതിരപ്പുറത്ത് വെച്ചുകെട്ടി വേഗത്തിൽ ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്ത് നിന്ന് യാഗഭൂമിയിലേക്ക് പുറപ്പെട്ടു. കുതിരക്കുളമ്പുഴയുടെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ യാഗഭൂമിയിൽ ഉണ്ടായിരുന്നവർ ദൂരേക്ക് നോക്കി. അങ്ങ് ദൂരെ നിന്ന് കൊച്ചുതമ്പുരാൻ ആദിത്യവർമ്മയും മന്ത്രി രാജസേനനും ഒരാപത്തും കൂടാതെ മടങ്ങി വരുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ സന്തോഷത്തോടെ ആർത്തു വിളിച്ചു. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ കൊച്ചുതമ്പുരാൻ രുദ്രാണിയെയും സഹിമാരെയും വേതാളമൂർത്തിയുടെ മുന്നിലേക്ക് കിടത്തി. ആ വിഗ്രഹത്തിന് മുന്നിൽ വീണ് അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചു. ശേഷം ആദിത്യൻ മഹാഗുരുവിനോടായി പറഞ്ഞു, ദൈത്യനഗരിയിലെ ബാലികേശന്റെ പുത്രിയാണിവൾ. പിശാചുക്കളെ ആരാധിച്ചിരുന്ന അക്കൂട്ടർക്കിടയിൽ ജനിച്ചുപോയി എന്നൊരു ദോഷം മാത്രമേ ഇവൾക്കുള്ളൂ. ഇവളുടെ ഹൃദയത്തിൽ നന്മയുണ്ട്. ഇവളുടെ പിതാവടക്കമുള്ള ദുരാത്മാക്കൾ രുദ്രാണിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടും ഒരു നിമിഷത്തേക്ക് ഇവൾക്ക് ഇവളാകാൻ കഴിഞ്ഞു. എന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൾ അപ്പോഴും പറഞ്ഞു. പൈശാചിക ശക്തികളുടെ പിടിയിൽ നിന്ന് രുദ്രാണിയെ മോചിപ്പിക്കണമെന്ന് അവൾ എന്നോട് കെഞ്ചി പറഞ്ഞതാണ്. അവളുടെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ട് മാത്രമാണ് അവൾക്കതിൽ കഴിഞ്ഞത് തന്നെ. അതുകൊണ്ട് അങ്ങ് രുദ്രാണിയെ പഴയതുപോലെ തന്നെ എനിക്ക് തിരിച്ചു തരണം. അഘോരാനന്ദ് ആദിത്യവർമ്മയുടെ ചുമൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തിന്മ ജയിച്ച ചരിത്രമില്ല മകനെ. എപ്പോഴും നന്മ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. താൽക്കാലികമായ ജയങ്ങൾ ചിലപ്പോൾ തിന്മ ചെയ്യുന്നവനുണ്ടാകാം. പക്ഷേ അവസാനവും സ്ഥിരവുമായ ജയം നന്മ ചെയ്യുന്നവന് മാത്രമേ ഉള്ളൂ. മഹാഗുരു വീണ്ടും ശങ്കുലി മുഴക്കി. അപ്പോഴേക്കും പേമാരി നിലച്ചു. ആകാശം ശാന്തമായി. രുദ്രാണിയും തോഴിമാരും ശങ്കുലി കേട്ട് മയക്കം വിട്ട് പിടഞ്ഞെണീറ്റ് ചുറ്റും നോക്കി. പരാക്രമങ്ങൾ പലതും അവരവിടെ കാട്ടിക്കൂട്ടിയെങ്കിലും മാന്ത്രിക ശക്തിയുള്ള ഭസ്മക്കൂട്ടും ഗംഗാജലവും അവരിലെ പൈശാചിക ശക്തിയെ നശിപ്പിച്ചു. രുദ്രാണിയുടെയും തോഴിമാരുടെയും ദേഹത്ത് നിന്ന് അനേകം കറുത്ത നിഴൽ രൂപങ്ങൾ അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തു ചാടി. അതിൽ ബാലികേശന്റെ ദുരാത്മാവും ഉണ്ടായിരുന്നു. പക്ഷേ അവയെല്ലാം ചെമ്പട്ട് പൊതിഞ്ഞ മറ്റൊരു മൺകുടത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു. ആ കുടവും മഹാഗുരു വേതാളരുദ്രന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ചു. അതോടെ രുദ്രാണിയും തോഴിമാരും ഒരു ഉറക്കം വിട്ടുണർന്നതുപോലെ ചുറ്റുമുള്ളവരെ നോക്കി. ആദിത്യവർമ്മയെ കണ്ടതോടെ കൊച്ചുതമ്പുരാട്ടി രുദ്രാണി അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. തമ്പുരാൻ അവളെ ആശ്വസിപ്പിച്ചു. രുദ്രാണി, ഞാൻ നിന്നെ
ഒരിക്കലും ഉപേക്ഷിക്കില്ല. കാരണം ശിവപാർവതിയെ പോലെ നീ എന്റെ പാതിയാണ്. ഏതൊരാപത്തിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കും. രുദ്രാണി ആദിത്യവർമ്മയുടെ നെഞ്ചിലേക്ക് ചേർന്നു നിന്നു. ആ കാഴ്ച ഭാനുമതി തമ്പുരാട്ടിയിൽ അതീവ ആനന്ദമുണ്ടാക്കി. കാവുങ്കൽ ദേശത്തിന്റെ 4 അതികളിലും വേതാളമൂർത്തിയെ സ്ഥാപിക്കണം. പൂജയും വഴിപാടുകളും മുറതെറ്റാതെ ചെയ്യണം. ദൈത്യനഗരിലെ പിശാചുക്കളിൽ നിന്ന് കാവുങ്കൽ ദേശക്കാരെ വേതാള രുദ്രൻ സംരക്ഷിക്കും. ഈ വേതാള ഭൂമിയിൽ നിങ്ങൾ തീർത്തും സുരക്ഷിതരായിരിക്കും. മഹാഗുരു അഘോരാനന്ദിന്റെ ആ വാക്കുകൾ എല്ലാവരിലും അതീവ സന്തോഷമുണ്ടാക്കി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കാവുങ്കൽ ദേശത്തിന്റെ 4 അതിരിനും ആദിത്യവർമ്മ തമ്പുരാൻ വേതാള രുദ്രന്റെ മൂർത്തികൾ സ്ഥാപിച്ചു. പിന്നീട് ആ ദേശത്തുള്ളവരെല്ലാവരും തന്നെ വേതാള സ്വാമിയെ പ്രാർത്ഥിച്ചു തുടങ്ങി. അതോടെ ഒരു പൈശാചിക ശക്തിയും അവരെ വേട്ടയാടിയില്ല. കാലം കടന്നുപോയതോടെ കാവുങ്കൽ ദേശം പിന്നീട് വേതാള ഭൂമിയായി അറിയപ്പെടുകയും ചെയ്തു.